രജോയുക്തസ്യ മനസാ സങ്കൽപ്പഃ സവികൽപ്പഃ തതഃ കാമോ ഗുണധ്യാനാത് ദുസ്സഹ സ്യാദ്ധ്യ ദുർമതേഃ. പ്രകൃതി വരുത്തി തീർക്കുന്നതായ വികാരങ്ങളും വിക്ഷോഭങ്ങളും ഉണ്ടല്ലോ. പ്രകൃതിയുടെ രമണീയതയാണ് ഈ കാണുന്നത് മുഴുവൻ. അതിനെക്കുറിച്ച് ഇങ്ങോട്ട് ധ്യാനിച്ച് ദുസ്സഹ സ്യാദ്ധ്യ ദുർമതേഃ. സഹിക്കാൻ പറ്റാത്ത കാമം മനസ്സിൽ ജനിക്കുകയാണ്. സഹിക്കാൻ പറ്റാത്തത്. ഇതിനെയാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. എന്ത്? ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. നോക്കൂ, ഒരു മനുഷ്യൻ എങ്ങനെ പരണ്ടു വീണു. ധ്യായതോ വിഷയാൻ പുംസഃ. മനുഷ്യന് വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ വേണ്ടാതെ ആവശ്യത്തിലധികം ആലോചിക്കുക. എന്തെങ്കിലും ഒരു സാധനം കണ്ടു, നിങ്ങൾക്കത് വേണോ? ആവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അതിനെ കാണാൻ പോണത്? അല്ല, ഉണ്ടെങ്കിൽ കണ്ടുകൂടെ? കണ്ടപ്പോഴോ മോഹം ജനിച്ചു. കയ്യിലോ കാശില്ല, അപ്പോൾ കടം മേടിച്ചുകൊണ്ട് വന്നു. കടം വീട്ടാൻ പറ്റിയില്ല, ബ്ലേഡ് കമ്പനി ചെന്നു. അവസാനത്തിൽ കഴുത്ത് കത്തിവെപ്പായി. എന്തിനാ അതിന് പോണേ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മൾ പഠിക്കുകയല്ലേ വേണ്ടത്. മനസ്സിന് രണ്ട് വിധാണ്. എത്ര കിട്ടിയാലും പോരാ എന്ന് വിചാരിക്കുന്ന ഒന്ന്, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് വേറെ ഒന്ന്. ഇതിലേതാ നല്ലതെന്ന് നിങ്ങൾ തന്നെ പറയും. ധ്യായതോ വിഷയാൻ പുംസഃ. ലോകത്തിലുള്ള വസ്തുക്കളെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് ആകൃഷ്ടമാവുമ്പോഴാണ് പുംസഃ സംഗസ്തേഷു ഉപജായതേ. അതിലൊരു ഒട്ടൽ ജനിക്കുന്നത്. എന്താ ഈ ഒട്ടൽ? അയ്യോ, അത് നല്ല കാര്യമാണ്, ഒന്നും കൂടി ആലോചിക്കാം, അത് കിട്ടണം എന്ന് വിചാരിക്കുക. സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ. വെറുതെ വിഷയങ്ങൾ നമ്മുടെ മനസ്സിനെ ആക്രമിക്കില്ല. നമ്മുടെ മനസ്സിനെ വിഷയങ്ങൾക്ക് കൊടുത്താലേ അത് നമ്മളെ ആക്രമിക്കുള്ളൂ. അപ്പോൾ കൊടുക്കാതെ ഇരിക്കുന്നതിലാണ് നമ്മുടെ ജയം. എന്തെങ്കിലും ഒരു വസ്തുവിനെ കണ്ട് നന്ന് പറഞ്ഞ് കുറേ സമയം ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ സംഘമായി കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ വിഷമമാണ്. അതുകൊണ്ട് മിതമായിട്ട് കാണുക, മിതമായിട്ട് കേൾക്കുക, മിതമായിട്ട് സംസാരിക്കുക, മിതമായിട്ട് ഭക്ഷണം കഴിക്കുക, മിതമായിട്ട് വിഹാരങ്ങൾ, നേരം പോക്കുകളോ കളിയോ ആവാം. അപ്പം എല്ലാം യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ. അങ്ങനെ യുക്തവും മിതവുമായിട്ടുള്ള കാര്യങ്ങളാണ് ദുഃഖം നീക്കി ഈ യോഗത്തിന് സമ്പന്നമാക്കി ധന്യമാക്കി തീർക്കുക. സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ. കാമം വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലാണ് ആഗ്രഹം. എന്തിനെ ആഗ്രഹിക്കുന്നത്? പുറം വസ്തുവിനെയാണ്. അപ്പം പുറം വസ്തുവിനെ കണ്ടതിനെ മുഴുവൻ ആഗ്രഹിച്ച് നേടിയെടുക്കാമെന്ന് വിചാരിക്കണ്ട. രാവണൻ വലിയ പ്രതാപശാലിയായിരുന്നു. സ്വർണ്ണലങ്ക, 10 തല 20 കയ്യ്. അപ്പോ ഇനി ഇതിലും മീതെ എന്തൊക്കെ വേണം? ആ മനുഷ്യനാ തോന്നിയത്. പറഞ്ഞു കേട്ടിട്ട് ശൂർപ്പണഖ പിരിവെച്ചിട്ടാ സീതയോട് ആകർഷണം. എന്നിട്ട് അവസാനം കട്ടുകൊണ്ടുവന്നു. അന്തഃപുരത്തിലേക്ക് കടത്താൻ പറ്റിയില്ല, പുറത്തായിരുത്തിയത്, അശോകവടികയിലായിരുത്തിയത്. 11 മാസം അവിടെ കഴിച്ചു കൂട്ടി. 11 മാസം കഴിക്കുമ്പോഴേക്കും ശ്രീരാമൻ സുഗ്രീവനെയും എല്ലാവരെയും കൊണ്ടുവന്ന് സമുദ്രത്തിൽ ഒരു ചിറ കെട്ടി അതിലൂടെ കടന്നു വന്ന് അതിനു മുൻപേ ഹനുമാനെ പറഞ്ഞയച്ച കാര്യങ്ങൾ മനസ്സിലാക്കി അവസാനം അതിഘോരമായിട്ടുള്ള യുദ്ധം നടന്ന രാവണനും പടയും എല്ലാം ബൊബ്ബോ നങ്ങോട്ട് വീണു. എന്തതിന് കാരണം? തെറ്റായിട്ടുള്ള ആശ. സീതയെ മടക്കി കൊടുത്തേക്കൂ. അതാണ് ഏറ്റവും നല്ലത്. ശ്രീ രാമചന്ദ്ര മഹാപ്രഭുവിനോട് മല്ലിടാൻ പോകരുത്. കൊണ്ടുവന്നതേ തെറ്റ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാക്കൽ വീണ് മടക്കിക്കൊണ്ട് കൊടുത്ത് ക്ഷമയാചിച്ചാൽ അദ്ദേഹം സ്വീകരിക്കും എന്ന് വിഭീഷണൻ സദ്ബുദ്ധി ഉപദേശിച്ചപ്പോൾ പറയാണ്, എൻ്റെ സഹോദരനായിരിക്കുന്ന നീ ഇതാണോ പറയേണ്ടത്? എനിക്ക് നിന്നെ കാണണ്ട, നീ എൻ്റെ ശത്രുവാണ്, പോ എന്ന് പറഞ്ഞു. വിഭീഷണൻ പോയി. വിഭീഷണൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. അതാണ് ക്രോധം. കാമത്തിൽ നിന്ന് ക്രോധമുണ്ടായി. സമ്മോഹ, മോഹമായി. സ്മൃതി വിഭ്രമ, ഓർമ്മയൊക്കെ പോയി, ആലോചനാബുദ്ധിയും പോയി. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധി ശരിക്ക് ചിന്തിക്കാൻ്റെ ആയി. ബുദ്ധിനാശാത് പ്രണശ്യതി, നശിച്ചു. ഇതൊക്കെ തെറ്റായിട്ടുള്ള സങ്കല്പം കൊണ്ടും വികല്പം കൊണ്ടും വരുന്നതാണ്. ഇത് രജോഗുണത്തിൻ്റെ സൃഷ്ടിയാണ്. കരോതി കാമവശകഃ കർമാണ്യവിജിതേന്ദ്രിയഃ ദുഃഖോദർക്കാണി സമ്പശ്യൻ രജോ വേഗ വിമോഹിതഃ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കരോതി കാമവശകഃ. ഇവിടെ നടക്കുന്നത് ദ്വാരകയിലെ ഉദ്ധവനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള സംവാദമാണ്. കൃഷ്ണൻ ഉദ്ധവനോടാ പറയുന്നത്. എങ്ങനത്തെ വിഷയമാണ്? സർവ്വജനങ്ങളുടെയും മനസ്സിനെ സംബന്ധിച്ച വിഷയമാണ്, എക്കാലത്തേക്കുമുള്ളതാണ്.
ഇവിടെ ഉദ്ധവൻ, കൃഷ്ണൻ ഒന്നും ഇവിടെ പരാമർശമില്ല. ഇവിടെ മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ പ്രകൃതി, സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ, അവയുടെ സ്വാധീനം, ഇങ്ങനെ വളരെ സാമാന്യമായും പൊതുവായും ഇരിക്കുന്ന കാര്യങ്ങളെയാണ് പരാമർശിക്കുന്നത്. അതാണല്ലോ ഈ സംവാദം യൂണിവേഴ്സലായി സാർവജനീനമായി പ്രശോഭിക്കുന്നത്. കരോതി കാമവശക, തേർഡ് പേഴ്സണിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രഥമ പുരുഷനിൽ കാമവശക കർമാണ്യവിജിതേന്ദ്രിയ, അവിജിതേന്ദ്രിയ, ഇന്ദ്രിയ ജയമില്ലാത്തവൻ. ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശരീരത്തിലാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഇന്ദ്രിയങ്ങൾ നമ്മളെ നശിപ്പിക്കാനുള്ള ഒരു പഥത്തിൽ ചെന്ന് ഇറങ്ങരുത്, അതിനെ അനുവദിക്കരുത്. ആ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇന്ദ്രിയങ്ങൾക്ക് നല്ല ശക്തിയാണ്. ഒരു കണ്ണിനെ എത്ര ദൂരം വരെ കാണാം, ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് വരെ കാണാം. ഉപായപ്പെട്ടതാണോ കണ്ണ്? കാതും ഉപായപ്പെട്ടതല്ല. അങ്ങനെയുള്ള 5 ഇന്ദ്രിയങ്ങളുടെ ഉടമസ്ഥനാണ് ആര്? ഈ മനുഷ്യൻ. അപ്പം ആ മനുഷ്യന്റെ യോഗ്യതയും പരിമാണവും എത്ര വേണം നിങ്ങളൊന്ന് ആലോചിക്കൂ. 5 ഇന്ദ്രിയങ്ങളുടെ ഉടമസ്ഥനായിരിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു വ്യക്തിത്വം പ്രേക്ഷകരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടോ എന്നിതാ ഭൂമാനന്ദ സ്വാമി ചോദിക്കുന്നു. എന്താ നിങ്ങൾ മറുപടി പറയാൻ പോകുന്നത്? നിങ്ങൾ വിചാരിക്കും ഒരു 100 കിലോ സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് ഭരിക്കുന്നവനാ വലിയ മുതലാളിയെന്ന്. അല്ല, ഈ ഇന്ദ്രിയങ്ങളെ ഭരിക്കുന്നവനാ. ഇന്ദ്രിയങ്ങൾക്കുള്ള ശക്തി സ്വർണത്തിനുണ്ടോ? ഭൂമിക്കുണ്ടോ? പഞ്ചഭൂതങ്ങൾക്കുണ്ടോ? അതൊക്കെ ജഡമല്ലേ. ഇന്ദ്രിയങ്ങൾ അങ്ങനെയല്ലല്ലോ, ചേതനാത്മകമാണ്. ചേതനയാണ് അതിൽ പ്രവഹിക്കുന്നത്. കണ്ണിന് കാണാം, കാതിന് കേൾക്കാം. ആ കേൾപ്പിക്കുന്നതും കാട്ടിത്തരുന്നതും എന്താ? ഉള്ളിലുള്ള ആ ഉണർവാണ്. ആ ഉണർവാണ് ഈ ജീവൻ, ഓജസ്, തേജസ് എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള 5 ഇന്ദ്രിയങ്ങളുടെ ഉടമസ്ഥനായിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിത്വം എത്ര കേമമാവണം. കരോതി കാമവശക കർമാണി അവിജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിക്കാതെ ഇന്ദ്രിയങ്ങൾക്ക് ദാസനായി ദാസ്യപ്പെടുത്തിയാണ് ജീവിക്കുന്നത്. കർമാണി കാമവശക, കാമത്തിന് വിധേയമായി കാമം സ്വാധീനിക്കുന്നു, എന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു. ദുഃഖോദർക്കാണി സംപശ്യൻ, ഈ പ്രവൃത്തികളൊക്കെ ദുഃഖത്തിന് വഴിവെക്കുന്നതാണ്. ഏഹി സംസ്പർശദാ ഭോഗ ദുഃഖയോനയേവതേ ആദ്യന്തവന്തഃ കൗന്ദേയ നതേഷു രമതേ ബുധഃ. ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയേവതേ. കൃഷ്ണൻ ഗീതയിൽ അർജുനനോട് പറയുന്നതാ. ഒരേ ആൾ തന്നെയാണല്ലോ ഈ സംസാരിക്കുന്നത്. അവിടെ അർജുനനെ നോക്കിയിട്ടാണ് സംസാരിച്ചത്, ഇവിടെ ഉദ്ധവനെ പിടിച്ചിട്ടാണ്. ഇവിടെ കാര്യങ്ങൾ കുറെ കൂടി ആഴത്തിൽ വിശകലനം ചെയ്യേണ്ട കൃഷ്ണൻ. അതിനുള്ള സമയമുണ്ട്. അവിടെ അത്ര സമയം ഉണ്ടായിരുന്നില്ല. ഒരു കയ്യിൽ കുതിരക്കടിഞ്ഞാണ് 5 എണ്ണം, പിന്നാക്കം തിരിഞ്ഞ് ഒരു കയ്യിൽ ചാട്ടയും വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. സിംഹാസനത്തിലിരുന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ സൗമ്യശീലനായിരിക്കുന്ന ഉദ്ധവനെ നോക്കി ഒരു തിരക്കുമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കരോതി കാമവശക കർമാണി അവിജിതേന്ദ്രിയ, കാമത്തിനും അത്യാർത്തിക്കും വിധേയമായി പല വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. അവിജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളിൽ സ്വല്പമെങ്കിലും ജയമോ നിയന്ത്രണമോ ഇല്ല. ദുഃഖോദർക്കാണി സംപശ്യൻ, ഇതെല്ലാം ദുഃഖത്തിന് കാരണമാണ്. ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയേവതേ. സംസ്പർശജം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്പർശം കൊണ്ടുണ്ടാവുന്നത്. എന്താ ഇവിടെ സ്പർശം? ഇന്ദ്രിയ വസ്തുക്കളും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള സ്പർശം. ഇപ്പം ഞാൻ നിങ്ങളെ കാണുമ്പോൾ ആ കാണുന്ന സമയത്ത് എൻ്റെ കണ്ണിലൂടെ ഉള്ളിൽ കടന്ന് നിങ്ങളിൽ നിന്ന് വരുന്ന ആ പ്രകാശ കിരണങ്ങൾ ഉള്ളിൽ പതിഞ്ഞ് ആ ഉൾചേതനയെ സ്പർശിക്കുമ്പോഴാണ് നിങ്ങളുടെ ദർശനം ഉണ്ടാവുന്നത്. അപ്പം സ്പർശനമില്ലാതെ ഒരു ഇന്ദ്രിയാനുഭവം ഉണ്ടാവില്ല. അങ്ങനെ സ്പർശം കൊണ്ടുണ്ടാവുന്ന എന്തെല്ലാം ഭോഗങ്ങളുണ്ടോ അത് മുഴുവനും ദുഃഖയോനയേവതേ, ദുഃഖത്തിൻ്റെ യോനിയാണെന്ന്, ദുഃഖത്തെ പ്രസവിക്കാനുള്ളതാണ്. ആദ്യന്തവന്ത, അതിനൊരു തുടക്കവുമുണ്ട് ഒരവസാനവുമുണ്ട്. അതുകൊണ്ട് ബുധ, അറിവുള്ളവൻ, വിവേകമുള്ളവൻ, ന തേഷു രമതേ, അതിൽ രമിക്കില്ല, സന്തോഷിക്കില്ല എന്ന് കൃഷ്ണൻ തറപ്പിച്ച് പറഞ്ഞിരിക്കുക. ഇവിടെ അദ്ദേഹം എന്തു പറയുന്നു? ദുഃഖോദർക്കാണി സംപശ്യൻ, ദുഃഖത്തിന് കാരണമാണ് എന്ന് മനസ്സിലായിട്ടും രജോ വേഗ വിമോഹിത, രജോ ഗുണത്താൽ അതിൻ്റെ ആ തീവ്രതയാൽ മോഹിപ്പിക്കപ്പെട്ടവരായി കാമത്തിന് വിധേയമായി അവർ അങ്ങനെ പ്രവർത്തിക്കുന്നു. ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാതെയാണ് സർവ്വ പ്രവൃത്തിയും ചെയ്യണത്. മോഹമാണ് ഇതിൻ്റെ പിന്നിൽ, ഇതിനെല്ലാറ്റിനും കാരണം. കരോതി കാമവശക, വളരെ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കാമമാണോ? കാമം എന്ന് പറഞ്ഞാൽ ഈ സെക്ഷുവൽ പാഷൻ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ലൈംഗികമായിരിക്കുന്ന ആസക്തിയല്ല. കാമം എന്ന് പറഞ്ഞാൽ ആശ, ഇച്ഛ, അഭിലാഷം എന്നൊക്കെയാണ് ഇതിനർത്ഥം. ആ ആഗ്രഹത്തിന് വിധേയമായിട്ടാണ് എല്ലാ പ്രവൃത്തിയും.
ആഗ്രഹമില്ലാതെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റണം. മനുഷ്യനായ മനുഷ്യനെ പോലെ ജീവിക്കുക, മനുഷ്യനെ പോലെ പ്രവർത്തിക്കുക. അതിലെന്തൊക്കെ പെടും? ആദ്യമായിട്ട് നമുക്കൊരു ജന്മം, പ്രസവം. കുട്ടിയായിട്ട് വളരും, അച്ഛനമ്മമാർ സ്കൂളിൽ പഠിപ്പിക്കും, ഓക്കെ, പഠിച്ച് പാസ്സായി. ഒരു ഉദ്യോഗം വേണമെങ്കിൽ ഉദ്യോഗം ഭരിക്കുക, കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിക്കുക. അല്ല, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് സന്യാസികളോ ആശ്രമമോ ആണെങ്കിൽ അങ്ങനെയാവാം. ഇതൊക്കെ നമുക്ക് സാധാരണ ചെയ്യേണ്ടതാണ്. അതൊക്കെ മനുഷ്യർക്ക് യോജിച്ച പ്രവൃത്തിയാണെന്നല്ലാതെ പ്രത്യേക അഭിലാഷം അതിലാവശ്യമില്ല. ഈ അറിവില്ലാത്തവനാണ് ആഗ്രഹം. ആഗ്രഹിച്ചു വേണ്ട പ്രവർത്തിക്കാൻ. പ്രവർത്തിക്കാനുള്ള സാധ്യത നമുക്കുണ്ട്, പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട്, അതിനുള്ള പ്രേരണയുണ്ട്, അതിനുള്ള ഫീൽഡ് തുറയും നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ പ്രവൃത്തി തന്നെ അങ്ങോട്ട് നടന്നോളും. ഒരു വിളക്കിൽ തിരിയിട്ടു, എണ്ണ ഒഴിച്ചു. അപ്പോൾ എന്തായി? എന്തിനായി വിളക്കിൽ തിരി എണ്ണ ഒഴിക്കണത്? കത്തിക്കാൻ. വേറെ ഒരു വിളക്ക് കൊണ്ട് അതങ്ങോട്ട് കത്തിച്ചാൽ അതങ്ങോട്ട് കത്തിക്കോളും. ഇതിൽ എന്തിനാ ആശ? ആ വിളക്കിൻ്റെ ആവശ്യമുണ്ടോ അവിടെ? ഒന്നിലോ പൂജയ്ക്ക്, അല്ലെങ്കിൽ ഇരുട്ട് നീങ്ങാൻ. ആവശ്യമുണ്ടെങ്കിൽ കൊളുത്തുക, അല്ലെങ്കിലോ കെടുത്തുക. വീട്ടിൻ്റെ ജനാല നിങ്ങൾ തുറക്കണത് എന്തിനാ? കാറ്റോട്ടം ഉണ്ടാവാൻ. ആവശ്യമില്ലെങ്കിലോ അടച്ചിടും. വാതിൽ അതുപോലെ തന്നെ. ഇതിൽ ആഗ്രഹമുണ്ടോ? അഭിലാഷമുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ഇതൊരു സാമഞ്ജസ്യമാണ്, ഒരു പൊരുത്തമാണ്, ഒരു ഇണക്കമാണ്. അങ്ങനെയുള്ള വിചാരത്തിൽ വേണം പ്രവർത്തിക്കാൻ. കരോതി കാമവശകഃ കർമാണ്യവിജിതേന്ദ്രിയഃ ദുഃഖോദർക്കാണി സംപശ്യൻ രജോ വേഗ വിമോഹിതഃ. ഈ കാമം, ക്രോധം എന്നുള്ളതിനെ പറ്റി പറയുമ്പോൾ കൃഷ്ണൻ വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ 5-ാമത്തെ അധ്യായത്തിലുള്ള ഒരു ശ്ലോകമാണ് ഏഹി സംസ്പർശജാഭോഗ എന്ന് ഞാൻ പറഞ്ഞത്. 3-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു, 34-ാമത്തെ ശ്ലോകം, ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോഹോ ന വശം ആഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്ഥിനൗ. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ഓരോ ഇന്ദ്രിയത്തിൻ്റെയും പദാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണിന് കാണാനുള്ള വസ്തുക്കളിൽ, ചെവിക്ക് കേൾക്കാനുള്ള ശബ്ദങ്ങളിൽ, നാവ് കൊണ്ട് രുചിക്കാൻ, മൂക്ക് കൊണ്ട് മണക്കാൻ, ത്വക്ക് സ്പർശിക്കാൻ, ഇങ്ങനെ ശബ്ദ സ്പർശ രസരൂപഗന്ധങ്ങൾക്ക് ഇരിപ്പിടമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ ആ വസ്തുക്കളിലെല്ലാം തന്നെ കാത് കടം മേടിച്ചു കേൾക്കൂ. രാഗദ്വേഷവും വ്യവസ്ഥിതവും. രാഗം, ദ്വേഷം, അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. ആശ, അതിന് വിപരീതമായിട്ടുള്ളത് ദേഷ്യം. അതൊരു തൊപ്പി പോലെ വെച്ചിരിക്കുകയാണ് സർവ്വ പദാർത്ഥങ്ങളിൽ. ഒരു ഇന്ദ്രിയ പദാർത്ഥമില്ല രാഗദ്വേഷങ്ങളില്ലാത്തത്. വ്യവസ്ഥിതവും, പ്രകൃതി തന്നെ വെച്ചിരിക്കുക അതിന്. ഈ പദാർത്ഥങ്ങൾക്ക് എന്താ വില? ഒറ്റ വിലയുള്ളൂ. ആ പദാർത്ഥങ്ങളെ കണ്ടാൽ ജനങ്ങൾ അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വില. കൃഷ്ണൻ അർജുനോട് പറഞ്ഞത് എന്താ? ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും. ഇന്ദ്രിയങ്ങൾക്കുള്ള ഓരോ പദാർത്ഥത്തിലും ആകർഷണം, വികർഷണം, രാഗം, ദ്വേഷം എന്ന് പറയുന്നത് തൊടുത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പദാർത്ഥങ്ങളിൽ സ്വയം രാഗദ്വേഷങ്ങളില്ല. ആ പദാർത്ഥങ്ങളെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നോക്കുമ്പോഴും ആകർഷിക്കപ്പെടുമ്പോഴും അവിടെയാണ് ഈ വരുന്നത്. അപ്പോൾ സ്വതവേ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശരീരത്തിലും പദാർത്ഥങ്ങൾ ലോകത്തിലുമാണ്. അപ്പോൾ ലോകവസ്തുക്കൾക്ക് സ്വയം ഒന്നും ജനിപ്പിക്കാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങളുമായി ചേരുമ്പോഴേ അവ ജനിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ പദാർത്ഥങ്ങളുമായി സമ്പർക്കം നടത്തുമ്പോൾ ആ സമ്പർക്ക വേളയിലാണ് രാഗദ്വേഷങ്ങൾ അവയിലുണ്ട്, അവയ്ക്ക് വിധേയമാകും എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊരു വഴി എന്താ? പദാർത്ഥങ്ങൾ പുറത്തും നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശരീരത്തിലുമാണ്. അപ്പോൾ ആ സമ്പർക്കത്തെ എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നിയന്ത്രിക്കാനും റെഗുലേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ റെഗുലേറ്റ് ചെയ്യണത് എങ്ങനെ, എവിടം കൊണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ പ്രത്യേകിച്ചും അർജുനോട് പറയുന്നത്. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും. ഇന്ദ്രിയ പദാർത്ഥങ്ങളിൽ ഓരോന്നിലും രാഗദ്വേഷം ഉള്ളതുകൊണ്ട്, പ്രകൃതി തൊടുത്തു വിട്ടിട്ടുള്ളത് കൊണ്ട്, തയോഹോ ന വശമാഗച്ഛേത്, അവയ്ക്ക് അധീനത്തിലാവരുത് നമ്മൾ. തയോഹോ, അവ രണ്ടിനും, വശം ന ആഗച്ഛേത്, അവയ്ക്ക് അധീനരായി തീരരുത് നാം. തൗ ഹ്യസ്യ പരിപന്ഥിനൗ, അവയെ നമ്മുടെ ജീവിതമാർഗത്തിലുള്ള സ്ഥിരം ശത്രുക്കളായി കണക്കാക്കൂന്ന്. മാർഗശത്രുക്കളാവരും. എവിടെ നിങ്ങൾ പോകാൻ പുറപ്പെട്ടാലും ഇന്ദ്രിയ പദാർത്ഥങ്ങൾ ഉണ്ടാവും. ആ ഇന്ദ്രിയ പദാർത്ഥങ്ങളെ നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ കാണും, കേൾക്കും, സമ്പർക്കം പുലർത്തും. ആ സമയത്ത് രാഗദ്വേഷങ്ങൾ വരാൻ എല്ലാ വിധത്തിലുള്ള സാധ്യതയുമുണ്ട്. ആ രാഗദ്വേഷങ്ങൾക്ക് വിധേയമായി നമ്മുടെ മനസ്സ്, നമ്മുടെ വ്യക്തിത്വം എന്നുണ്ടെങ്കിലോ പോയത് തന്നെ, നശിച്ചത് തന്നെയാണ്. നിറഞ്ഞ ഒരു കുടം വെള്ളവുമായി സോപാനത്തിൽ കയറുകയാണ്. അത് മുകളിലെത്തിയപ്പോൾ കുടം താഴത്ത് വീണാൽ അതിങ്ങനെ ഉരുണ്ട് താഴത്ത് പോകുന്ന മാതിരി നമുക്ക് വീഴ്ചയാണ്. അപ്പോൾ വളരെ സൂക്ഷിക്കണം. ഈ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കളും ഇന്ദ്രിയങ്ങളും കൂടി സമ്പർക്കം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
നമുക്കിവിടെ ബുദ്ധിയുണ്ടല്ലോ, ശാസ്ത്രങ്ങളുണ്ടല്ലോ, വിവേകമുണ്ടല്ലോ. ആ വിവേകത്തിന് വിധേയമായി നാം പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ കുഴപ്പം വരില്ല. മുൻകൂട്ടി അറിയണം. അയ്യത്തടാന്ന് പിന്നെ പറയരുത്, അയ്യത്തറയ്ക്ക് പോകരുതെന്ന്. അതിന് മുൻപ് തന്നെ നമ്മൾ വേണ്ട നടപടി എടുക്കണം. അതെങ്ങനെ എന്നിവിടെ പറയുന്നു അടുത്ത ശ്ലോകത്തിൽ. രജസ്തമോഭ്യാം യദപി വിദ്വാൻ വിക്ഷിപ്തധീഃ പുനഃ അതന്ത്രിതോ മനോയുഞ്ജൻ ദോഷദൃഷ്ടി ന സജ്ജതേ. നമുക്ക് സംഘമില്ലാതെ ഇരിക്കാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കീരിയും പാമ്പും കൂടിയിട്ടുള്ള ശത്രുത സ്ഥിരമുള്ളതാണ്. പാമ്പിന് തവളയെ പിടിക്കാതെ കഴിയില്ല. ഈ മീൻ കൊത്തി പക്ഷിക്ക് മീൻ തന്നെയാ ഭക്ഷണം. മനുഷ്യന് അങ്ങനെയൊന്നുമില്ല. എത്രയോ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. എവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെയൊക്കെ താമസിക്കാം. ഇപ്പം ചന്ദ്രനിൽ സ്ഥലം കിട്ടിയാൽ അവിടെയും കൂടി പോയി താമസിക്കാൻ തയ്യാറായിട്ടുള്ളവർ ഭൂമിയിലുണ്ട്. പണക്കാരും ഉണ്ട് അവിടെ പോയി താമസിക്കാൻ. അപ്പം മനുഷ്യന് മാത്രം പരന്ന ലോകമാണ്, വിശാലമാണ് സാധ്യതകൾ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നമ്മളെപ്പോഴും ഈ പക്ഷി മൃഗാദികളെ പോലെ കുടുക്കത്തിൽപ്പെട്ടതാണ്. നമ്മളെ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആലോചിച്ചാൽ മതി. രജസ്തമോഭ്യാം യദപി വിദ്വാൻ വിക്ഷിപ്തധീഃ പുനഃ. രജസ്സും തമസ്സും കൂടി പ്രവർത്തിച്ച് മനസ്സിന് വിക്ഷേപം ഉണ്ടായി എന്നുണ്ടെങ്കിലും ഒരു മനുഷ്യൻ വിദ്വാനാണെങ്കിൽ, വിവേകിയാണെന്നുണ്ടെങ്കിലോ അതന്ത്രിത, ഒരു മടിയില്ലാതെ മുഷിപ്പില്ലാതെ ജാഗ്രതയോടുകൂടി, അതെ എനിക്കൊരു മനസ്സുണ്ട്, എൻ്റെ ഇന്ദ്രിയങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആകർഷിക്കപ്പെടാം ലോകവസ്തുക്കളാൽ. ആ ആകർഷണത്തിന് വിധേയമായി മനസ്സ് എന്നുണ്ടെങ്കിലോ അധപതനം തന്നെ. അതുകൊണ്ട് ഞാൻ ഇന്ദ്രിയങ്ങളെ മെരുക്കിയെടുക്കും, മനസ്സിനെ സാന്ത്വനപ്പെടുത്തി നിർത്തും എന്ന് മുൻകൂട്ടി ആലോചിച്ച് തത്വവിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനോയുഞ്ജൻ, എന്നിട്ട് ആ മനസ്സിനെ വേണം ഇന്ദ്രിയങ്ങളെ പ്രയോഗിക്കാൻ വേണ്ടി, വിനിയോഗിക്കാൻ വേണ്ടി അങ്ങ് സമ്മതം കൊടുക്കാൻ. അങ്ങനെ വന്നാലോ ദോഷദൃഷ്ടി ന സജ്ജതേ. ആ ഇന്ദ്രിയ പദാർത്ഥങ്ങളിലുള്ള ദോഷത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏതുപോലെ ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം 13-ാം അധ്യായത്തിൽ ഗീതയിൽ പറഞ്ഞിരിക്കുകയാണ്. 20 ഗുണങ്ങളാണ് ജ്ഞാനത്തിനും ജ്ഞാനിക്കും. ആ 20 ഗുണങ്ങളിൽ ഒരു ഗുണത്തിനെയാണ് ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖ ദോഷ അനുദർശനം. ജന്മം, മൃത്യു, ജര, വ്യാധി, നിങ്ങൾക്കറിയാം, സൂക്കേട്, ദുഃഖം, ദോഷം, ഇതെല്ലാം കൂടി ചേർന്നതാണ് ലോകത്തിലുള്ള ജീവിതവും ലോകവസ്തുക്കളും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് മനസ്സിനെ ഉദ്ബോധിപ്പിച്ച് ബുദ്ധിക്ക് വിവേകം നൽകി, ആ വിവേകപൂരിതമായിരിക്കുന്ന ബുദ്ധി മനസ്സിന് വേണ്ടതുപോലെ ദിശ നൽകണം. മനസ്സിന് ദിശ നൽകിയാൽ ആ മനസ്സ് വേണം ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കാൻ. ഗീതയിൽ പറയുന്നുണ്ട് എന്ത്? രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേർ വിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷങ്ങളില്ലാതെ ഈ അപകടത്തിൽ ചാടാവുന്ന അതേ ഇന്ദ്രിയങ്ങളെ നാം പ്രവർത്തിപ്പിക്കുമെങ്കിൽ, വിനിയോഗിക്കുമെങ്കിൽ പരമശാന്തിയാണ് നമുക്ക് കിട്ടും. ഈ ലോകം എങ്ങനെ നമ്മളെ ബന്ധിപ്പിക്കുന്നുവോ അതുപോലെ തന്നെ ഈ ലോകം നമ്മളെ മോചിപ്പിക്കുകയും ചെയ്യും. ഈ ബന്ധനവും മോചനവും ഉണ്ടാവുന്നത് എവിടെയാ? മനസ്സിലും ബുദ്ധിയിലുമാണ്. അപ്പം ആ മനസ്സിനെ മോചകമായിരിക്കുന്ന സമ്പ്രദായത്തിൽ നിർത്തണം. അതാണ് നമുക്ക് ആവശ്യം. ചുരുക്കം പറയുകയാണെങ്കിൽ ആത്മനിരീക്ഷണം വിട്ടുകളയരുതെന്ന്. നിങ്ങൾ എപ്പോൾ നോക്കിയാലും പ്രതിദിനം കിടക്കുന്നതിന് മുൻപ് അവനവൻ്റെ മനസ്സിനെ പരിശോധിക്കും. ഇന്ന് എൻ്റെ മനസ്സ് എങ്ങനെ പെരുമാറി? അനാവശ്യമായ ആകർഷണങ്ങളോ വികർഷണങ്ങളോ ഉണ്ടായോ? മനസ്സിനെ അത് കീഴടക്കിയോ? കുറച്ചും കൂടിയും എൻ്റെ മനസ്സിന് ശുദ്ധി വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തുവോ? എവിടെയാണ് തെറ്റ്? എന്തിനു ചെയ്തു? അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ അന്തർവ്യക്തിത്വത്തെ പോഷിപ്പിക്കാനുള്ളതായ ഒരു സ്ഥിരം പ്രയത്നം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. വാസ്തവത്തിൽ ഈ ശാസ്ത്രം, സ്വാധ്യായം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രേക്ഷകർ ഒരു കാര്യം തീരുമാനിക്കണം. ഒരു ദിവസമുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ശാസ്ത്രം വായിക്കണം. രാമായണമാകട്ടെ, ശ്രീമദ് ഭാഗവതമാകട്ടെ, വേറെ എന്തെല്ലാം ശാസ്ത്രമുണ്ടോ നല്ലത്, അധ്യാത്മമായിരിക്കുന്ന പ്രകരണ ഗ്രന്ഥങ്ങൾ, മഹാത്മാക്കളുടെ ജീവചരിത്രം, ഏതെങ്കിലും ഒന്ന് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വായിക്കണം. മുടക്ക ദിവസങ്ങളിൽ വീട്ടംഗങ്ങൾ എല്ലാവരും കൂടിയിരിക്കുക. 1 മണിക്കൂർ ഞാനിവിടെ സത്സംഗം എന്നുള്ള നിലയ്ക്ക് വായിക്കാൻ പോവുക, നിങ്ങളെല്ലാവരും വന്നിരുന്ന് കേൾക്കണം എന്ന് പറയണം. എന്നിട്ട് നിങ്ങൾ 1 മണിക്കൂർ വായിക്കൂ, അവർ കേൾക്കട്ടെ. ഒന്നിലോ അത് ഇംഗ്ലീഷ് ആവാം, മലയാളം ആവാം, മറ്റു ഭാഷകളാകാം. അറ്റ്ലീസ്റ്റ് ഭാഷയാണല്ലോ. നല്ല ഭാഷയിൽ എഴുതിയിട്ടുള്ള എന്ത് സാഹിത്യവും എന്ത് വിവരണവും കേട്ടാൽ എന്താ നമുക്ക് കുറവ്? കൂടുതൽ നന്മയല്ലേ ഉണ്ടാവുള്ളൂ. അറിവ് കൂടും, സംസാരം നന്നാവും, യോഗ്യത കൂടും. ഇങ്ങനെ അവനവൻ്റെ മനസ്സ് നന്നാവാൻ ഒരു തടസ്സവും ഇല്ല. ഞാൻ ഈ സംപ്രേഷണം ഓരോ ഭാഗം വരുന്ന സമയത്തും അതിന് വേണ്ടത്ര വിവരണമോ വർണ്ണനയോ വ്യാഖ്യാനമോ ഒക്കെ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അത് കേട്ട് ഗ്രഹിക്കാൻ പറ്റണം, രസാവഹമാവണം എന്ന് വിചാരിച്ചിട്ടാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് 2 പേര് ഇവിടെ വന്നു. 63 വയസ്സായി.
ഒരാൾ അദ്ദേഹത്തിൻ്റെ അനിയനും. അവർ രണ്ടുപേരും സാധാരണ ജോലി ചെയ്യുന്നവരാണ്. ഒരാൾ സാധാരണ കൂലിവേല പണിയെടുക്കുന്നു, പിന്നെ ഒരാൾ പന്തൽ പണിക്കാരനാണ്. രണ്ടുപേരും കൂടി വന്നിരിക്കുന്നു. എന്താ വന്നതിൽ സന്തോഷം. കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നതിൻ്റെ ഇടയിൽ അവർ പറയുമായിരുന്നു, സ്വാമിജി, ഞങ്ങൾ സാധാരണ ആൾക്കാരാണ്. എനിക്ക് 3 പെൺകുട്ടികളെയാണ്. എല്ലാവരെയും കല്യാണം കഴിച്ചു കൊടുത്തു. ഞാനും എൻ്റെ ഭാര്യയായിട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഒടുക്കത്തെ മകൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞോ ഇല്ലയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ പരമസുഖ ഞങ്ങൾക്ക്. മുക്തിസുധാകരം ദിവസേന കേൾക്കണം. എന്താ സുഖം? ആശയില്ല സ്വാമിജി, ആഗ്രഹമില്ല, പിന്നെ കഴിഞ്ഞില്ലേ, ഒന്നും വേണമെന്ന് തോന്നണില്ല, ഉള്ളത് കൊണ്ട് പരമസന്തോഷം എന്ന്. എനിക്ക് തോന്നി ഒരു ഫോട്ടോ പിടിച്ചെടുക്കേണ്ടതായിരുന്നു, വീഡിയോ. അവരാ പറഞ്ഞ സമ്പ്രദായം. ആശയില്ലാന്ന്, ആഗ്രഹം എന്നൊരു പ്രശ്നമില്ല ഞങ്ങളുടെ മനസ്സിൽ. അത് ചിരിച്ചുകൊണ്ട് പരമസന്തോഷത്തോടു കൂടി പറയും. എത്ര ക്ലാസ് പഠിച്ചിട്ടുണ്ട്? 3 ക്ലാസ്സാണ് അത്ര പഠിച്ചിരിക്കുന്നത്. അതിൽ ചേട്ടൻ 3 ക്ലാസ് പഠിച്ചിട്ടുള്ള സാധാരണ ജോലി ചെയ്യുന്ന ഒരു കർഷക തൊഴിലാളിയാണെന്ന് വെച്ചോളൂ. അദ്ദേഹം പറയുന്നത് അത്. അപ്പം നമ്മുടെ മുക്തിസുധാകരം ഈ കർഷക തൊഴിലാളികളുടെ മനസ്സിലേക്കും പ്രവേശിക്കുന്നുണ്ടല്ലോ, അതിന് പറ്റിയതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചു. ഞങ്ങൾക്ക് ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കണം, മനസ്സിലാക്കണം എന്നുണ്ട്. മനസ്സിലാവുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ചില പുസ്തകങ്ങളും കൊണ്ടുപോയി അവർ. ഞാൻ അവർക്ക് കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. അതിന് മുൻപ് തന്നെ അവർ മേടിച്ചിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് അപ്രായോഗികമായിട്ടുള്ള ഒരു സിദ്ധാന്തമോ ഒരു രീതിയോ അല്ല. നിങ്ങളുടെ സ്വന്തം മനസ്സിനെ നിങ്ങൾ പവിത്രമാക്കൂ, ശുദ്ധമാക്കൂ, ധന്യമാക്കൂ, സമ്പന്നമാക്കൂ, സമ്പുഷ്ടമാക്കൂ. അതിന് വേണ്ടത്ര ആരോഗ്യം നൽകൂ. മൂഢസ്വർഗത്തിൽ ജീവിക്കരുത്. മനുഷ്യനാണോ? ആലോചിക്കണം, തത്വവിചാരം ചെയ്യണം. ദിവസത്തിൽ 24 മണിക്കൂറിൽ 1 മണിക്കൂർ അതിന് ചെലവ് ചെയ്യണം. ദോഷദൃഷ്ടിഹീന സജ്ജതേ എന്നാ പറയുന്നത്. ദോഷദൃഷ്ടി, അതിൽ ദോഷം കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് ഒട്ടില്ല എന്ന്. കുടുംബമാവട്ടെ, കുട്ടികളാവട്ടെ, പേരക്കുട്ടികളാകട്ടെ, ആരായാലും എല്ലാവരും നശ്വരന്മാരാണ്. അതിലൊരു മാറ്റവും ഇല്ല. ഭൂമി തന്നെ നശിക്കുന്നതാണ്. സൂര്യൻ ഒരു കാലത്തെ ചൂടൊക്കെ കഴിഞ്ഞ് അത് തണുക്കും. എല്ലാറ്റിനും നാശവും പരിവർത്തനവുമുണ്ട്. ഒരു തരത്തിലും നമ്മളതിൽ വിട്ടുപോകാൻ പാടില്ല. വിക്ഷിപ്തധീ ആയാൽ പോലും അതന്ത്രിതൻ. അതന്ത്രിതൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ജാഗ്രതയോടുകൂടി, മടിയില്ലാതെ, കണ്ണിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് യുഞ്ചൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രയോഗിക്കണം. ദോഷദൃഷ്ടിയോടുകൂടി വേണം നമ്മൾ ജീവിക്കാൻ. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോൾ ആരും കാണില്ല എന്നൊരു വിചാരത്തിലാണ് കുടിക്കുന്നത്. എല്ലാവരും കാണും. അത് കണ്ണടച്ചിട്ടുണ്ട്. അതുമാതിരി ഞാൻ ഈ അനുഭവിക്കുന്നതിൽ ഒരു ദോഷവും ഉണ്ടാവില്ല, ഞാനല്ലേ, അതുകൊണ്ടൊന്നുമില്ല എന്ന് വിചാരിച്ചാൽ പറ്റില്ല. ദോഷങ്ങളുണ്ട്. ആ ദോഷത്തിനെ വേണ്ടതുപോലെ കണ്ടുകൊണ്ടിരുന്നാൽ ആ ദോഷദർശനം ഈ സംഘം ഒട്ടലെന്ന് പറയുന്നതിനെ അകറ്റി നിർത്തും. അവിനയമപനയ വിഷ്ണു ദമയ മനഃശമയ വിഷയ മൃഗതൃഷ്ണാം ഭൂതദയാം വിസ്താരയ താരയ സംസാര സാഗരതഃ ആത്മാത്വം ഗിരിജാമതിഃ സഹചരാഃ പ്രാണാശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്രാസമാധിസ്ഥിതിഃ സഞ്ചാരഃ പദയോഃ പ്രദക്ഷിണവിധിഃ സ്തോത്രാണി സർവാഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം കിം വാനേന ധനേന വാജികരിഭിഃ പ്രാപ്തേന രാജ്യേന കിം കിം വാ പുത്രകലത്രമിത്ര പശുഭിഃ ദേഹേന ഗേഹേന കിം ജ്ഞാത്വൈദക്ഷണഭംഗുരം സപതിരേത്യാജ്യം മനോ ദൂരതഃ സ്വാത്മാർത്ഥം ഗുരുവാക്യതോ ഭജമനഃ ശ്രീപാർവതീ വല്ലഭം. എന്താ വേണ്ടത്? ഈ ഇന്ദ്രിയങ്ങളുടെ കോട്ടമാട്ടങ്ങൾ എത്രയുണ്ട്? ഒരു ഇന്ദ്രിയം മതിയത്രേ മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഇത് 2-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നതാണ്. എന്ത്? ഇന്ദ്രിയാണാം ഹി ചരതാം യൻ മനോനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. സാധാരണ നമ്മുടെ കപ്പലൊക്കെ പഴയ കാലത്ത് പ്രത്യേകിച്ചും പോകുന്നത് കാറ്റിലാണല്ലോ. അവർ തുഴയും, ചിലപ്പോൾ കാറ്റിൽ. അപ്പോൾ ആ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് ആ പായ കെട്ടിക്കൊടുക്കണം. അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് പോലെ ശക്തമായിട്ടൊരു കാറ്റ് വന്നാലോ ഈ പായും മഞ്ചിയും ഗോണിയും ഒക്കെ പാടെ കൂടി ഊതി അങ്ങോട്ട് കൊണ്ടുപോകും. അതേമാതിരിയാണത്രേ വായുർ നാവമിവാംഭസി. 5 ഇന്ദ്രിയങ്ങളുള്ളതിൽ ഒരൊറ്റ എണ്ണം മതി. ഇന്ദ്രിയാണാം ഹി ചരതാം, ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളിൽ യൻ മനോനുവിധീയതേ, അതിൽ ഒന്നിനെപ്പോലും മനസ്സ്
വീണ്ടും വിചാരമില്ലാതെ അതിൻ്റെ പിന്നാലെ പോയി എന്നുണ്ടെങ്കിൽ തദസ്യ ഹരതി പ്രജ്ഞാം, അത് ഈ മനുഷ്യൻ്റെ പ്രജ്ഞയെ, വിവേകത്തിന് മുഴുവനും അപഹരിക്കും. വായുർ നാവമിവാംഭസി, വെള്ളത്തിലിറങ്ങിയ തോണി അല്ലെങ്കിൽ കപ്പലിനെ ശക്തമായ കാറ്റെങ്ങനെയോ അതുപോലെയാണ്. അപ്പം അത് വളരെ ആലോചിച്ചു കൊണ്ടിരിക്കണം, വളരെ അത്യാവശ്യമാണത്. അതന്ത്രിതനായിട്ടിരിക്കണം. അതുകൊണ്ട് എന്താ വേണ്ടത്? താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. തസ്മാത് താനി സർവാണി സംയമ്യ, എല്ലാ ഇന്ദ്രിയങ്ങളെയും നാം സംയമനം ചെയ്യണം, നിയന്ത്രിക്കണം. ഒരു വിളക്ക് കൊളുത്തി വെച്ച് അവിടെ എന്തെങ്കിലും ഈശ്വരൻ്റെ സ്തോത്രങ്ങളോ നാമങ്ങളോ ഗാനങ്ങളോ ഒക്കെ പാടുന്നത് ചൊല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒതുക്കം കിട്ടാൻ. പകല് മുഴുവൻ ഇന്ദ്രിയങ്ങളും പദാർത്ഥങ്ങളും കൂടിയിട്ടുള്ള സമ്പർക്കമാണ്. അത് വിട്ട് ഒരു മുറിയിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ചു, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നാമം ചെയ്തു, കീർത്തനങ്ങൾ പാടി എന്നുണ്ടെങ്കിൽ ഒരു ഒതുക്കം നമുക്കുണ്ടാവും. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ മുഴുവനും സർവാണി സംയമ്യ ഒതുക്കി യുക്ത ആസീത മത്പരഃ, ആ മനസ്സിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ നോക്കുക. പുറത്തു പോകുന്ന മനസ്സിനെ പുറത്തു പോകാതെ ഒന്ന് കളക്ട് ചെയ്ത് ഒന്ന് പിൻവലിപ്പിച്ച് നിർത്തി. മത്പരഃ, നമ്മുടെ ഉള്ളിലൊരു അന്തരാത്മാവുണ്ട്. ആ അന്തരാത്മ തലമാണ് ഈ പുറത്ത് മുഴുവൻ ഉൾക്കൊള്ളുന്നത്. അതാണ് വാസ്തവത്തിൽ ഈശ്വരൻ. ആ ഈശ്വരനിലാകണം എൻ്റെ ആശ്രയം, വസ്തുക്കളിലാകരുത് എന്ന് പറഞ്ഞ് ആശ്രയബുദ്ധിയോട് കൂടിയിരിക്കുക. ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലുണ്ടെങ്കിലോ ആ മനുഷ്യൻ സ്ഥിതപ്രജ്ഞനായി. വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇത് 2-ാം അധ്യായത്തിൽ ഗീതയിലുള്ള ഒരു ശ്ലോകമാണ്. രജസ്തമോഭ്യാം യദപി വിദ്വാൻ വിക്ഷിപ്തധീഃ പുനഃ അതന്ത്രിതോ മനോ യുഞ്ജൻ ദോഷദൃഷ്ടി ന സജ്ജതേ. അങ്ങനെ ദോഷദൃഷ്ടിയോടുകൂടി, വിവേകത്തോടുകൂടി, വീണ്ടും വിചാരത്തോടുകൂടി, തത്വമനനത്തോടുകൂടി ഇരുന്നാൽ നമുക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്രമത്തോ അനുയുഞ്ജീത മനോ മയി അർപ്പയൻ ശനൈഃ അനിർവിണ്ണോ യഥാകാലം ജിതശ്വാസോ ജിതാസനഃ. നോക്കൂ, നമ്മുടെ ഈ ശാസ്ത്രം വളരെ വിശേഷപ്പെട്ടതാണ് കേട്ടോ. നമ്മുടെ ശാസ്ത്രങ്ങളുടെ ഒക്കെ തുടക്കം എവിടെയാ? വേദങ്ങളിലാണ്. വേദങ്ങളിൽ എന്തൊക്കെയുണ്ട്? ദേവന്മാരെ സ്തുതിക്കുന്ന ആ സംഹിതകളാണ്. അത് കഴിഞ്ഞാൽ സ്തുതി പോരാ എന്ന് വിചാരിച്ച് അഗ്നികർമ്മങ്ങൾ, അഗ്നിഹോത്രത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള യാഗയജ്ഞങ്ങൾ വരെയുള്ളത്. പിന്നെയോ എല്ലാറ്റിൽ നിന്നും പിൻവലിഞ്ഞ് മാനസമായിരിക്കുന്ന ഉപാസന. അതും കഴിഞ്ഞിട്ടാണ് ഉപനിഷത്തിലെ തത്വവിചാരം. ഇങ്ങനെ 4 സ്റ്റേജാണ്. അവിടെ വേറെ ഒന്നും നിങ്ങൾ കാണില്ല. പക്ഷേ കാലം നീങ്ങുന്നതോടുകൂടി പലരും ഈ വിദ്യയിൽ താല്പര്യമുള്ളവരായി. അവർക്ക് എല്ലാവർക്കും വൈദിക ജീവിതം നയിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ അവർക്ക് ഇതിൻ്റെ മേന്മയും നന്മയും ലഭിക്കണം. അതിനുവേണ്ടി എന്തു വേണം? അപ്പോഴാണ് ഇവിടെ അഷ്ടാംഗ രാജയോഗം എന്ന് പറഞ്ഞ് ശരീരത്തെയും ശ്വാസത്തെയും ഒക്കെ കൂട്ടുപിടിച്ച് ചെയ്യുന്നതായ ചില അനുഷ്ഠാനങ്ങൾ. ചിലരൊക്കെ പറയും എന്തായാലും ഇന്ദ്രിയങ്ങൾ അടങ്ങില്ല എന്ന്. അത് നിങ്ങൾ പറയരുത്, ഞാനതിന് സമ്മതിക്കില്ല. അടങ്ങാത്തതൊന്നുമില്ല ലോകത്തിൽ. ആനയെ മെരുക്കി നടത്തണം ആനക്കാരൻ. അതിൽ മീതെയാണ് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ മെരുക്കേണ്ട കാര്യം. മെരുക്കാൻ എല്ലാവർക്കും പറ്റും. അതെങ്ങനെയെന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. അപ്പം അതിനെന്താ വഴി? ജിതശ്വാസോ ജിതാസനഃ. കൃഷ്ണൻ പറയണത് അവിടെ. അപ്രമത്തോ അനുയുഞ്ജീത മനോ മയി അർപ്പയൻ ശനൈഃ അനിർവിണ്ണോ യഥാകാലം ജിതശ്വാസോ ജിതാസനഃ. ഒരു വലിയ ടേണിംഗ് പോയിന്റാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്. നിങ്ങൾക്ക് ഉള്ളിലിരിക്കുന്ന മനസ്സ് അദൃശ്യമാണ്, അതിനെ കാണാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങൾക്ക് പുറം വസ്തുക്കളെ ദർശിക്കാനേ പറ്റുള്ളൂ, അകത്തുള്ളതിനെ ദർശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സിനെ നോക്കി കണ്ടുപിടിച്ച് അതിലുള്ള എണ്ണങ്ങളും വണ്ണങ്ങളും ചിന്തകളും അതൊന്നും പകർത്തിയെടുക്കാൻ ഫോട്ടോഗ്രാഫൊന്നും നമുക്ക് പറ്റില്ല. അപ്പം എന്താ വേണ്ടത്? മനസ്സിനെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്താ? നമ്മുടെ ശ്വാസം. ഈ ശ്വാസം അകത്തേക്ക് പോയി പുറത്തേക്ക് വരുന്നുണ്ടല്ലോ, അതും മനസ്സിൻ്റെ പ്രവർത്തനവും കൂടി വലിയ ബന്ധമാണ്. നമുക്ക് ഭയം വന്നാൽ മനസ്സിലാ ഭയം, ശ്വാസത്തിൻ്റെ ഗതി മാറും. ദേഷ്യം വന്നാലോ കണ്ണ് ചവക്കും, ചുണ്ടു വിറയ്ക്കും, നാവ് കടപെടാന്ന് പറയും. ഉണ്ടാവുന്നത് ഉള്ളിലാണ്, ക്രോധം അവിടെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് ശ്വാസത്തിൻ്റെ ഗതി മാറും. അപ്പോൾ ശ്വാസത്തിൻ്റെ ഗതിയെ പിടിച്ച് നിയന്ത്രിച്ചാലോ മനസ്സും കീഴടങ്ങും. ഇപ്പം നിങ്ങൾ ശ്വാസം എടുത്ത് ഇങ്ങനെ ഒതുക്കി പിടിക്കും. ആ ഒതുക്കി പിടിച്ച് പുറത്ത് വിടുന്നത് വരെ ഒറ്റ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരില്ല. എങ്ങനെയാ വരിക? ഈ ശ്വാസം പൂർണ്ണമായിട്ട് വന്ന് ശരീരത്തിൽ മുഴുവൻ അങ്ങോട്ട് നിറഞ്ഞു. അങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ അത് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ പുറപ്പെട്ട് ഇങ്ങനെ കുതിക്കുക. കുതിക്കുമ്പോൾ നിങ്ങൾ തടുത്ത് നിർത്തുക. അങ്ങനെ തടുത്ത് നിർത്തുമ്പോഴോ മനസ്സിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ ശ്വാസങ്ങളും ആസനങ്ങളും പ്രാണായാമം ഇത്യാദി മാർഗങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വിശേഷമാണ്, വളരെ വിശേഷമാണത്. ഈ മനസ്സിനെ നേരിട്ട് സമീപിക്കാനും
നേരിട്ട് ശുദ്ധമാക്കാനും പറ്റാത്തവർക്ക് ഒരു സഹായക പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഇത് വളരെ ഉപകാരം. കൃഷ്ണൻ അതിനെപ്പറ്റി ഇവിടെ പറയുക. അപ്രമത്തോ അനുയുഞ്ജീത മനോ മയി അർപ്പയൻ ശനൈഹി. അപ്രമത്തനായി, അപ്രമത്തൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? പ്രമാദമൊന്നുമില്ലാത്തവൻ. അനുയുഞ്ജീത, ഈ മാർഗത്തിൽ അനുയോജിക്കണം. മനസ്സിനെ. മൈ അർപ്പയൻ ശനൈഹി, ഈശ്വരൻ കൃഷ്ണൻ ഗുരു എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനോട് നല്ല ഒരു സമർപ്പിത മനോഭാവം നമുക്ക് വേണം. അങ്ങനെ പതുക്കെ അനിർവിണ്ണോ യഥാകാലം, ഒരു ദിവസം 1 2 അല്ല 3 മണിക്കൂർ, 3 നേരം വേണമെങ്കിൽ 3 നേരം കാലത്ത്. ഇവിടെ ഉപനയനം കഴിച്ചിട്ടുള്ളവരൊക്കെ സന്ധ്യാവന്ദനം കഴിക്കും. ആ സന്ധ്യാവന്ദനം 2 നേരമാണ്. മാധ്യാഹ്നികം എന്ന് പറഞ്ഞ് 3ാമത്തതും വേണം. പക്ഷേ ഈ ഉദ്യോഗവും പ്രവൃത്തി ആയതുകൊണ്ട് സാധിക്കാത്തതുകൊണ്ട് അത് വിട്ടുകളഞ്ഞിരിക്കുക. അല്ലെങ്കിൽ 3 നേരമാണ് സന്ധ്യാവന്ദനം നിശ്ചയിച്ചിരിക്കുന്നത്. 2 നേരം സന്ധ്യാവന്ദനവും 1 നേരം മാധ്യാഹ്നികവും. ഉച്ചയ്ക്ക് ആ സൂര്യൻ മേപ്പെട്ട് വരുന്ന സമയമുണ്ടല്ലോ മധ്യാഹ്നം, ആ സമയത്ത്. അതുപോലെ 2 3 സമയം ഒരു ദിവസം മടിയില്ലാതെ ശ്രദ്ധയോടുകൂടി മുഷിപ്പ് തോന്നാതെ ജിതശ്വാസോ ജിതാസന. ആദ്യമായിട്ട് ഒരാസനത്തിലിരിക്കണം. എന്താ ഈ ആസനം? എവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുമോ അതാ ആസനം. ആസനത്തിൻ്റെ ഉദ്ദേശം തന്നെ ശരീരം ഇളകാതെ അങ്ങനെ അങ്ങോട്ട് ഇരിക്കണം. അങ്ങനെ കുറച്ച് നേരം ഇരിക്കാൻ സാധിക്കുന്ന എന്താസനമായാലും കൊള്ളാം. സാധാരണ ചമ്രം പടിഞ്ഞിരിക്കുക, പത്മാസനം, സിദ്ധാസനം എന്ന് വേറെ ഒന്നുണ്ട്. അങ്ങനെയുള്ള ആസനങ്ങളൊക്കെ. ശരിക്കുള്ള ആസനം സ്ഥിരസുഖം ആസനം എന്നാ പറയുക. എങ്ങനെ ഇരുന്നാലാണോ നമുക്ക് സുഖം, അതാണ് ഏറ്റവും നല്ലത്. ശങ്കരാചാര്യർ ഈ ഒരു കാര്യത്തിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ സാഹിത്യം എത്ര വിശേഷപ്പെട്ടതാണ്, നമ്മുടെ ചിന്തകന്മാരുടെ വൈഭവം എത്രത്തോളമുണ്ട്, അവരുടെ ബുദ്ധി എന്ത് കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ സത്യത്തോടു കൂടി ചേർത്ത് ചിന്തിക്കുമ്പോൾ എത്ര സൂക്ഷ്മവും ഉത്തുംഗവുമാവുന്നു എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപരോക്ഷാനുഭൂതി എന്നൊരു ഗ്രന്ഥമുണ്ട്, ശങ്കരാചാര്യർ രചിച്ചതാണ്. അപരോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രത്യക്ഷം ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നത്, പരോക്ഷം മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഗ്രഹിക്കുന്നത് ആലോചിച്ച്. അപരോക്ഷം എന്ന് പറഞ്ഞാലോ അവിടെ ഇന്ദ്രിയങ്ങളും ഇല്ല, മനസ്സും ഇല്ല, ബുദ്ധിയില്ല. എന്നിട്ട് നമുക്കൊരനുഭവം ഉണ്ടാവും. നിങ്ങൾ കിടന്നുറങ്ങി എണീറ്റു എന്ന് പറയുന്ന അനുഭവം ഉണ്ടല്ലോ, ഞാൻ ഉറങ്ങിയെന്ന്. അത് ആര് തരുന്നത്? അത് ഇന്ദ്രിയങ്ങളാ? അല്ല. മനസ്സോ അല്ല, ബുദ്ധിയോ അല്ല. എന്നാലും നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടല്ലോ, ഞാൻ ഉറങ്ങി എന്ന് പറയുന്നത്. അവിടെ എൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ശരീരമില്ല, എൻ്റെ മനസ്സില്ല, എൻ്റെ ബുദ്ധിയില്ല, എൻ്റെ അഹങ്കാരമില്ല, ഞാനുണ്ടായിരുന്നു അവിടെ. അതെങ്ങനെയാണ് മനസ്സിലായത്? ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ലല്ലോ. അപ്പം നമുക്ക് വേറെ ഒരു അനുഭവമുണ്ട്, അതാണ് അപരോക്ഷാനുഭവം. ആ പേരിൽ ഒരു 158 ശ്ലോകവും മറ്റുമാണ് എഴുതിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുകയാണ്, ഏഭിരംഗൈഹി സമായുക്തോ രാജയോഗ ഉദാഹൃതഃ കിഞ്ചിത് പക്വകഷായാണാം ഹഠയോഗേന സംയുതഃ. ഞാൻ 15 അംഗങ്ങളോടുകൂടിയ രാജയോഗം നിങ്ങൾക്ക് പറയാം. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളിവിടെ യോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഹഠയോഗം എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ള വിചാരം. ഹഠയോഗം എന്താ? ഈ ഹഠയോഗം കൂടുതലും ശരീരത്തിനെ പ്രയോഗിക്കുക, ശരീരാംഗങ്ങളെ. സാധാരണ നമ്മൾക്ക് ഇല്ലാത്തതായ ചില രീതികളും സമ്പ്രദായങ്ങളുമൊക്കെ ശരീരത്തിനെ പഠിപ്പിക്കുക. ഈ സർക്കസ് ഗേൾസ് ഉണ്ടല്ലോ, അവർ പിന്നാലെ ഇങ്ങനെ വളഞ്ഞ് പുറത്ത് വെച്ചിട്ടുള്ള ഒരു കർച്ചീഫ് വായോണ്ട് കടിച്ചിങ്ങനെ എടുത്തിട്ട് പുറത്തേക്ക് വരും. അത്രയ്ക്ക് വിളയും അവരുടെ ശരീരം. നമുക്കങ്ങനെ വിളവില്ലല്ലോ. ഈ ആസനങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സസൈസ് അല്ല, എല്ലാം ഓരോ ആസനങ്ങളാണ്. ചമ്രം പടിഞ്ഞിരിക്കുന്നത് പോലെ ഓരോ ആസനത്തിലും നമുക്ക് ഇരിക്കാൻ പറ്റണം. എത്രയാ? 3 ശ്വാസഗതി വരെ ഇരിക്കണം. അതാണ് ആസനത്തിൻ്റെ ലക്ഷണം. അങ്ങനെ ആസനങ്ങൾക്ക് ശരീരാംഗങ്ങൾക്കുള്ള പ്രത്യേക പോസുകളാണ്, ഇരിപ്പിടങ്ങളാണ്. അദ്ദേഹം ഇവിടെ പറയുന്നു, ഏഭിരംഗൈഹി സമായുക്തോ രാജയോഗ ഉദാഹൃതഃ ത്രിപഞ്ചാംഗാന്യഥോ വക്ഷ്യേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. 15 അംഗങ്ങളുള്ളതായ ഈ യോഗം ഞാൻ പറയാം. ഈ യോഗത്തിന് എന്താ പേര്? രാജയോഗം. പതഞ്ജലിയുടെ അഷ്ടാംഗയോഗം എന്നാണ് അതിന് പറയുക. 8 ലിംസ. ഈ രാജയോഗം എന്ന് പറയാൻ എന്താ കാരണം? സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാർക്ക്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാർക്ക് സിംഹാസനത്തിലിരുന്നും കൊണ്ട് തന്നെ പരിശീലിക്കാൻ പറ്റുന്നത് എന്നർത്ഥം. ബാക്കി എല്ലാവരും യോഗം പരിശീലിച്ചു, രാജാവ് പരിശീലിച്ചില്ലെങ്കിലോ പ്രജകൾ നന്നാവില്ല, ഭരണം നന്നാവില്ല. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇന്ത്യയുടെ കേടെന്താ? നമ്മളിതൊക്കെ സംസാരിക്കുന്നു, ലക്ഷോപലക്ഷം ജനങ്ങൾ ഏഷ്യാനെറ്റിൽ കേൾക്കുന്നുണ്ട്. നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും കേൾക്കുന്നുണ്ടോ? ഇല്ല. അപ്പം അവർക്കൊന്നും മൂല്യമില്ല. അങ്ങനെ മൂല്യമില്ലാതെ ശോഷണം വന്നു പോവുക. അതൊന്ന് ഇതൊന്ന്
ദാ പറഞ്ഞു ഇങ്ങനെ പലതാ. അപ്പം ഈ രാജാക്കന്മാർക്കാണ് ഈ യോഗം പരിശീലിക്കേണ്ടത്. അവർ പരിശീലിച്ചാൽ പ്രജകൾക്ക് മുഴുവൻ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയായി. അപ്പോൾ ഏഭിരംഗൈ സമായുക്ത, ഈ അംഗങ്ങളോട് കൂടി ചേർന്ന രാജയോഗം ഞാൻ പറയുന്നു. ഈ രാജയോഗം കേട്ട് മനസ്സിലാക്കി മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമാണ് ഇതിൻ്റെ പരിശീലനം വേണ്ടത്. അങ്ങനെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രം നേരിട്ട് പരിശീലിക്കാൻ പറ്റാതെ ഇരിക്കുന്ന മനഃപ്രകൃതക്കാരുണ്ടല്ലോ, അവരെ എന്താ പറയുക? കിഞ്ചിത് പക്വകഷായാണാം. അവരുടെ മനസ്സിൽ ആശകളും പ്രേരണകളും കൂടുതലാണ്. ബാഹ്യവസ്തുക്കൾ സുഖിക്കണം, അനുഭവിക്കണം എന്നുള്ള തോന്നൽ കൂടുതലാണ്. അതുകൊണ്ട് പക്വത വന്നിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ഹഠയോഗേന സംയുത, ആസനം പ്രാണായാമം ഇത്യാദി കാര്യങ്ങളോട് കൂടി ചേർത്തിട്ടുള്ളതാവാം. ഇതിൽ പറയുന്ന ആസനങ്ങളും പ്രാണായാമങ്ങളും ഒക്കെ വേറെയാണ്. അപ്പം അത് നിങ്ങൾക്കൊരു സാമ്പിൾ എന്നുള്ള നിലയ്ക്കെങ്കിലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് വിചാരിക്കുന്നു. ചിലത് കേട്ടാൽ വളരെ വിജ്ഞാപനമാണ് അറിയാത്തവർക്ക്. വളരെ കൊല്ലങ്ങൾ മുൻപ് ഈ സമാധി മന്ദിരത്തിലിരുന്ന് ഞാൻ അപരോക്ഷാനുഭൂതി ക്ലാസ് എടുക്കുന്നുണ്ടായി. കുറേ ആൾക്കാർ, ഒരു 30-35 ആൾക്കാർ തൃശ്ശൂരിൽ നിന്ന് വരും. എല്ലാ ഞായറാഴ്ച എടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ എടുക്കുന്നത് വിവേക ചൂടാമണിയാണ്. അതിപ്പോൾ ഈ സംപ്രേഷണത്തിന് വേണ്ടി സംസാരിക്കേണ്ടി വരുന്നത് കൊണ്ട് ഈ സമയത്ത് ഞങ്ങൾക്ക് വിവേക ചൂടാമണി ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. ഞായറാഴ്ച തോറും ഇപ്പോൾ ഈ റെക്കോർഡിങ് നടക്കുന്നുള്ളൂ. കേട്ടോളൂ. തത്വവിചാരമാണ് വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിന് ശുദ്ധി വേണോ? തത്വവിചാരം ചെയ്യും. എന്താണ് മനസ്സ്? എന്താണ് ആത്മാവ്? പവിത്രത എന്ന് പറയുന്നത് എന്താ? അപവിത്രത എന്താ? അപവിത്രതയാണ് ആശ. ആശയില്ലാതെ ആയാൽ പവിത്രതയായി. അഹങ്കാരമാണ് തകരാറ്, മമതയാണ് തകരാറ്. അഹങ്കാരവും മമതയും പോയാലോ ആ മനുഷ്യൻ തത്വജ്ഞനായി. ഇങ്ങനെ തത്വവിചാരം ചെയ്യുന്നതാണ് മനസ്സാണല്ലോ. ഈ തത്വവിചാരത്തിൽ ബുദ്ധിയിലും മനസ്സും ബുദ്ധിയുമാണല്ലോ പ്രവർത്തിക്കുക. അപ്പം മനസ്തലത്തിലും ബുദ്ധിതലത്തിലുമുള്ള വലിയ ഒരു തപോനിഷ്ഠയാണ് തത്വവിചാരം. അതുകൊണ്ടായില്ല എന്ന് വയ്ക്കുക. അയ്യോ, ഈ തത്വവിചാരത്തിന് പുറപ്പെടുമ്പോൾ മനസ്സ് പൂർണ്ണമായിട്ട് നിൽക്കണില്ല സ്വാമിജി എന്ന് പറഞ്ഞാലോ, കുറച്ച് ആസന പ്രാണായാമങ്ങൾ കൂട്ടിച്ചേർക്കുക. പ്രാണായാമം എന്ന് പറയുന്നത് എന്താ? മൂക്കിലൂടെ സാധാരണ ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ അകത്തേക്കും പുറത്തേക്കും പോകുന്നതിന് ഒരു വലിയ വ്യവസ്ഥയോ ക്രമീകരണമോ ഇല്ല. അങ്ങനെ പോവും. അത് വിട്ട് നമ്മളൊരു ക്രമീകരണം അതിന് ചെലുത്തുമ്പോൾ എങ്ങനെയാണ്? ശ്വാസം എടുക്കുന്നതിന് ഒരു നിയന്ത്രണം വേണം. പതുക്കെ എടുത്തിട്ട് പതുക്കെ വിടണം. ഇങ്ങനെ അത് നീട്ടി വലിച്ച് ഒരേ മാതിരി വിട്ടാൽ വളരെ നന്നായി. അപ്പം അതിന് എപ്പോഴും അറ്റൻഷൻ കൊടുക്കേണ്ടി വരും, ശ്രദ്ധ. അങ്ങനെ ശ്രദ്ധ കൊടുക്കുമ്പോൾ മനസ്സിൽ വേറെ വിചാരം ഉണ്ടാവില്ല. ശ്വാസം സ്വതവേ നടക്കുന്നതാണ്. അതിനെ നാം നിയന്ത്രിക്കാൻ പുറപ്പെടുമ്പോൾ ആ ശ്വാസത്തിൻ്റെ ഗതിയെ തന്നെ നീട്ടിയും ചുരുക്കിയും കൊണ്ടുവരണം. അത് വരുമ്പോൾ മനസ്സിന് പിന്നെ വേറെ അലട്ടുണ്ടാക്കാൻ പറ്റില്ല. അതാണ് അതിനുള്ള വഴി. അപ്പോൾ കുറച്ച് ആസനവും പ്രാണായാമവും ഒക്കെ ചേർക്കുക. അപരോക്ഷാനുഭൂതിയിൽ നൽകുന്ന വിവരണം വളരെ പ്രസക്തമാണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ അതിലുള്ള ചില ശ്ലോകങ്ങൾ പറയാം. ബുദ്ധിയുള്ളവർക്ക് വളരെ വിജ്ഞാപനമായി തോന്നണം, എല്ലാവർക്കും തന്നെ. യമോഹി നിയമസ്ത്യാഗോ മൗനം ദേശശ്ച കാലത ആസനം മൂലബന്ധശ്ച ദേഹസാമ്യം ച ദൃക്സ്ഥിതി പ്രാണസംയമനം ചൈവ പ്രത്യാഹാരശ്ച ധാരണ ആത്മധ്യാനം സമാധിശ്ച പ്രോക്താന്യംഗാനി വൈക്രമാത്. 102ഉം 103ഉം ശ്ലോകങ്ങളാണ് അപരോക്ഷാനുഭൂതി. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്ന 15 അംഗ രാജയോഗം? യമോഹി നിയമസ്ത്യാഗ, യമം നിയമം, ത്യാഗം മൗനം, ദേശശ്ച കാലത ദേശം കാലം, ആസനം ആസനം തന്നെ, മൂലബന്ധശ്ച മൂലബന്ധം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്രിയ, ദേഹസാമ്യം ദേഹത്തിൻ്റെ സാമ്യം, ദൃക്സ്ഥിതി നമ്മുടെ ദൃക്സ്ഥിതി ദർശനം വീക്ഷണം, പ്രാണസംയമനം പ്രാണനെ നിയന്ത്രിക്കൽ, പ്രത്യാഹാരം ധാരണ, ആത്മധ്യാനം സമാധി ച ധ്യാനം സമാധി, പ്രോക്താന്യംഗാനി വൈ ക്രമാത്. ഇതാണ് ക്രമപ്രകാരമുള്ള അംഗങ്ങൾ. ഇനി എല്ലാറ്റിനെയും ഞാൻ വിവരിക്കുന്നില്ല, ചിലതിന് വിവരിച്ചു തരാം. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും, ഓഹോ ഇങ്ങനെയൊക്കെയാണോ എന്ന്. സർവം ബ്രഹ്മേതി വിജ്ഞാനാത് ഇന്ദ്രിയഗ്രാമസംയമഃ യമോയമിതി സംപ്രോക്തോ അഭ്യസനീയോ മുഹുർമുഹു. വീണ്ടും വീണ്ടും അഭ്യസിക്കേണ്ടതായ ഒന്നാണത്രേ എന്ത്? യമം, രാജയോഗത്തിലുള്ള യമം. എന്താണ് ആ യമത്തിനർത്ഥം? സർവം ബ്രഹ്മേതി വിജ്ഞാനാത്.
ഈ കാണുന്നത് മുഴുവൻ സർവം ഖൽവിദം ബ്രഹ്മ, ഇത് മുഴുവനും ബ്രഹ്മമാണ്. ബ്രഹ്മമല്ലാതെ ഇവിടെ ഒന്നുമില്ല. സുവർണാജായമാനസ്യ സുവർണത്വം യഥാ ഭവേത് ബ്രഹ്മണോ ജായമാനസ്യ ബ്രഹ്മത്വം ച തഥാ ഭവേത്. സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു പണ്ടമോ പാത്രമോ ആവട്ടെ, അതെവിടെ നോക്കിയാലും സ്വർണമയമാണല്ലോ. അതുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്നുണ്ടായിട്ടുള്ള നിർഗളിച്ചിട്ടുള്ള ഈ ലോകം എവിടെ നോക്കിയാലും ബ്രഹ്മമയമാവണ്ടേ? ആവണം. ആ വിചാരം പുലർത്തി ഇന്ദ്രിയങ്ങളോട് പറയുക, നിങ്ങളെവിടെ ആകർഷിക്കാനോ വികർഷിക്കാനോ ഒന്നുമില്ല, എല്ലാം കൂടി ഒരൊറ്റ ബ്രഹ്മമയമാണെന്ന്. അപ്പം ആകർഷണ വികർഷണങ്ങൾ പോയില്ലേ? അറിവ് കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക. എന്ത്? വിവേകം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക. സർവം ബ്രഹ്മേതി വിജ്ഞാനാത്, എല്ലാം ബ്രഹ്മമാണ് എന്നുള്ള വിജ്ഞാനം കൊണ്ട് ഇന്ദ്രിയഗ്രാമ സംയമ, ഇന്ദ്രിയങ്ങളുടെ ഒരു സമൂഹമുണ്ടല്ലോ, 5 ഇന്ദ്രിയങ്ങൾ, അതിനെ വേണ്ടതുപോലെ നിയന്ത്രിക്കുക. യമോയമിതി സംപ്രോക്തോ, ഇതിനാണ് യമം എന്ന് പറയുന്ന യോഗാംഗം. ഇതാണ് വാസ്തവത്തിൽ യമം. അഭ്യസനീയോ മുഹുർമുഹു, ഇത് വീണ്ടും വീണ്ടും അഭ്യസിക്കണം. ഈ അഭ്യാസം എവിടെയാണ് നടക്കുക? ബുദ്ധിയിലും മനസ്സിലുമാണ്. അതിൻ്റെ സ്വാധീനമാകട്ടെ ഇന്ദ്രിയങ്ങളിലും. എടോ ഇന്ദ്രിയങ്ങളെ, നിങ്ങൾക്കിവിടെ ഒരു വസ്തു സന്തോഷത്തിനോ സാഫല്യത്തിനോ വേണ്ടി കിട്ടാനില്ല. എങ്ങനെയാണോ ബ്രഹ്മം നമ്മുടെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നത്, അതുപോലെയാണ് ലോകവസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നത്. ആ ബ്രഹ്മത്തിൽ ഒരു വകഭേദവുമില്ല. അപ്പം പിന്നെ എന്തിനോടാണ് ആകർഷണം? അത് ശരിയല്ല. സുഖേനൈവ ഭവേദ്യസ്മിൻ അജസ്രം ബ്രഹ്മചിന്തനം ആസനം തദ്വിജാനീയാത് നേതരം സുഖനാശനം. കേൾക്കുന്നുണ്ടോ ആവോ നിങ്ങൾ? സുഖേനൈവ ഭവേദ്യസ്മിൻ അജസ്രം ബ്രഹ്മചിന്തനം. നമുക്കിവിടെ ആവശ്യം എന്താ? ഇടവിടാതെ ധാരമുറിയാതെ ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റണം. ആ ബ്രഹ്മചിന്തനം മനസ്സിൽ ഇങ്ങനെ കുറേ സമയത്തേക്ക് ഒരു വിക്ഷേപവുമില്ലാതെ നിൽക്കണം അവിടെ. അങ്ങനെ അജസ്രമായിരിക്കുന്ന ബ്രഹ്മചിന്തനം ഏത് ആസനത്തിൽ ഇരുന്നാലാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, അതാണ് സുഖമായിട്ടുള്ള ആസനം. ആശ്രമത്തിൽ വന്നിട്ട് ചിലരൊക്കെ ഞങ്ങൾക്ക് നിലത്തിരിക്കാൻ വിഷമമുണ്ട്, അതുകൊണ്ട് കസേരയിൽ ഇരുന്ന് ധ്യാനിക്കാമോ എന്ന് ചോദിക്കും. ഞാൻ ഇരുന്നോളൂ എന്ന് പറയും. ഒരു കണ്ടീഷനേ പറയാറുള്ളൂ, നിങ്ങളുടെ കാലടി ഉണ്ടല്ലോ അത് നിലം തൊടരുത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബാഡ് കണ്ടക്ടറായിട്ടുള്ള എന്തെങ്കിലും കാർപ്പറ്റ് മാതിരി വല്ല സാധനങ്ങളോ അല്ലെങ്കിൽ പുല്ലുവായോ ഞങ്ങൾ ആസനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആശ്രമത്തിൽ എല്ലാവർക്കും ഇരിക്കാൻ. അത് ഏതെങ്കിലും ഒന്ന് കൊണ്ടിട്ടിട്ട് അതിൽ കാല് വയ്ക്കുമോ എന്ന് പറയും. കസേരയിൽ ഇങ്ങനെ ഇരുന്നോളൂ, പക്ഷേ കൈ കോർത്ത് ഇങ്ങനെ മടിയിൽ വയ്ക്കണം, ശരീരം ഇങ്ങനെ നീർത്തി വയ്ക്കുക, ഒരു വിരോധമില്ല. സുഖേനൈവ ഭവേദ്യസ്മിൻ. അല്ലെങ്കിൽ എന്തുണ്ടാവും? സ്വാമിജി ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഞങ്ങൾക്ക് ഇരിക്കാം. ഒക്കെ നാഗരികന്മാരാണല്ലോ, ആഫീസിലും എയർ കണ്ടീഷൻ മുറികളിലും ഒക്കെ പരിശീലിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ വളരെ സൗമ്യമായിട്ട് പറയും, സ്വാമിജി ഞങ്ങൾക്ക് ഇരിക്കാം, പക്ഷേ ഇരുന്ന് ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും പോസ് ഒന്ന് മാറ്റേണ്ടി വരും. അതിന് വിരോധമുണ്ടോ? അത് പറ്റില്ല. ശരീരം നിശ്ചലമായിട്ടിരിക്കണം, അപ്പോഴേ മനസ്സിനെ പിടിക്കാൻ നമുക്ക് പറ്റുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, ഈ കസേരയിൽ ഇരുന്നോളൂ എന്ന് പറയും. അങ്ങനെ കസേരയിൽ ഇരുന്ന് കൈ ഇങ്ങനെ കോർത്ത് മടിയിൽ വെച്ച് കാലിൻ്റെ അടികൾ നിലത്ത് തൊടാതെ എന്തെങ്കിലും പുല്ലുപായോ ആസനങ്ങളിലോ മുകളിൽ വെച്ചാൽ ധ്യാനിക്കുന്നതിന് വിരോധമില്ല. എന്താ ഞാനിങ്ങനെ പറയണത്? ഇതാണ് ഇതിന് പ്രമാണം. ആസനം തദ്വിജാനീയാത് നേതരം സുഖനാശനം സുഖേനൈവ ഭവേദ്യസ്മിൻ അജസ്രം ബ്രഹ്മചിന്തനം. ഈ ധ്യാനത്തിന് ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മനസ്സിൽ ഒരേ ഒരു ചിന്ത ഇടതടവില്ലാതെ ആവർത്തിച്ചിങ്ങനെ തൈലധാര പോലെ വരണം. അതാണ് ധ്യാനത്തിൻ്റെ ഉദ്ദേശം. ഈ നെയ്യുണ്ടല്ലോ, നെയ്യൊരു കയ്യിൽ എഴുതി ഇങ്ങനെ ചൂടുള്ള നെയ്യ് ഒഴിക്കുമ്പോൾ കനം കുറഞ്ഞിങ്ങനെ ഒഴുകി വരും. അതുമാതിരി ആജ്യധാരയാ സ്രോതസാ സമം എന്നാണ് പറയുക. ആ എണ്ണയുടെയോ നെയ്യിൻ്റെയോ ധാര പോലെ ആയിരിക്കണം ഈ ഏക ചിന്തനം മനസ്സിൽ. അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചൊരു ശ്രദ്ധ വേണം. അതിൻ്റെ ഇടയിൽ ശരീരം അങ്ങോട്ട് ഇങ്ങോട്ട് ഇളകിയാൽ പറ്റില്ല, ഇളകാതെ ഇരിക്കണം. അപ്പം എങ്ങനെ സൗകര്യം അങ്ങനെ ഇരുന്നോളൂ. പക്ഷേ ഈ ഇരിക്കുന്നിടത്തോളം സമയം നിങ്ങൾക്ക് ബ്രഹ്മചിന്തനം സാധിക്കണം എന്ന്. അതാണ് ശങ്കരാചാര്യർ ഇവിടെ പറയുന്നത്. സുഖേനൈവ ഭവേദ്യസ്മിൻ. എങ്ങനെ ഇരുന്നാലാണോ, ഏത് ആസനത്തിലാണോ നിങ്ങൾക്ക് ഒരു വിഷമവുമില്ലാതെ സന്തോഷത്തോടു കൂടി ബ്രഹ്മചിന്തനം അജസ്രം ഇടമുറിയാതെ കൊണ്ടു നടത്താൻ സാധിക്കുക. ആസനം തദ്വിജാനീയ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അദ്ദേഹം നൽകുന്ന വിവരണമാണ് ആസനത്തിന്. അതാണ് ശരിയായിട്ടുള്ള ആസനം. വലിയ കയമായിട്ടൊരു ആസനമൊക്കെ ഉണ്ടാക്കി അതിലിരുന്നു. എന്തിനാ ഇരിക്കണത്? മനസ്സുകൊണ്ട് ചിന്തിക്കാൻ.
അപ്പം മനസ്സുകൊണ്ടുള്ള ചിന്തനം സുഗമമാവത്തക്ക വിധത്തിലുള്ള എന്താസനവും ആസനായി. അവിടെ ആസനത്തിലല്ല ശ്രദ്ധ, ആസനത്തിൽ ഇരുന്നു കൊണ്ട് ബ്രഹ്മചിന്തനം നടത്തുന്നതിലാണ് ശ്രദ്ധ. ഒരാസനം നാം ശീലിച്ച് നമുക്ക് പഴക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? ആ ആസനത്തിൽ ഇളക്കമില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റണം. ഇരുന്നിട്ടോ മനസ്സുകൊണ്ട് ഏകചിന്തനം നടത്തണം. അപ്പം ഏകചിന്തനത്തിലായിരിക്കണം ഇവിടെ ഊന്നൽ, അല്ലാതെ ആസനത്തിലാവരുത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാൾ ചെയറിലിരിക്കണം എന്ന് പറഞ്ഞാൽ ആയിക്കോളൂ, ഇരുന്നോളൂ, പക്ഷേ അനങ്ങാതെ ഇരിക്കണം, ധ്യാനിക്കാൻ പറ്റണം എന്നുള്ളതിലാണ് ഞാൻ ഊന്നൽ കൊടുത്ത് പറയാറുള്ളത്. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ കസേരയിലിരിക്കും, കുറേ ആൾക്കാരൊക്കെ നിലത്തും ഇരിക്കും. ഞങ്ങൾക്ക് ഇവിടെ ധ്യാനിക്കാനായിട്ടൊരു മുറിയുണ്ടല്ലോ, ഒരു എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ഒക്ടഗണൽ, ഒരു അഷ്ടകോൺ ഒരു മുറിയുണ്ട് അവിടെ. അപ്പോൾ അതാണ് ഇതിൻ്റെ പോയിന്റ്. ആസനം തദ് വിജാനീയാത്, ബ്രഹ്മചിന്തനത്തെ സുഗമമാക്കുന്ന ആസനത്തെയാണ് ആസനം എന്ന് പറയേണ്ടത്. നേതരം സുഖനാശനം, അതല്ലാതെയുള്ള എന്താസനങ്ങളും സുഖം കെടുത്തുന്നതാണെന്ന് വളരെ ശ്രദ്ധിച്ചോളൂ. നാന്യത് വദാമി ന ശൃണോമി ന ചിന്തയാമി നാന്യസ്മരാമി ന ഭജാമി ന ചാശ്രയാമി ഭക്ത്യാ ത്വദീയ ചരണാംബുജമന്തരേണ ശ്രീ ശ്രീനിവാസ പുരുഷോത്തമ ദേഹി ദാസ്യം മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ സങ്കീർത്യമാനോ ഭഗവാൻ അനന്തഃ ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യ ചിത്തം വിധുനോത്യശേഷം യഥാ തമോർക്കോ അഭ്രമിവാദിവാദഃ സുഖേനൈവ ഭവേദ്യസ്മിൻ അജസ്രം ബ്രഹ്മചിന്തനം ആസനം തദ്വിജാനീയാത് നേതരം സുഖനാശനം ദൃഷ്ടിം ജ്ഞാനമയീം കൃത്വാ പശ്യേത് ബ്രഹ്മമയം ജഗത് സാ ദൃഷ്ടി പരമോദാരാ നാസാഗ്രാവലോകിനീ ദൃഷ്ടിം ജ്ഞാനമയീം കൃത്വാ പശ്യേത് ബ്രഹ്മമയം ജഗത്. നോക്കൂ എങ്ങനെയാ ശങ്കരാചാര്യർ വിവരണം നൽകുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ളവർ, ആലോചനാശീലമുള്ളവർ ഇത് കണ്ടിട്ട് വല്ലാതെ മകിഴണം. അത്രയ്ക്ക് വിശേഷമായിട്ടാണ് പറയുന്നത്. നമുക്ക് എന്ത് കാര്യത്തിനുമുണ്ട് ആ ജ്ഞാനപരമായിട്ടുള്ള വിവരണങ്ങൾ. തമോ ഗുണത്തിൽ നിന്ന് തുടങ്ങി രാജസത്തിലൂടെ സാത്വികത്തിലെത്തുന്നതായ വിവരണങ്ങളാണ്. എല്ലാറ്റിനും ബുദ്ധിക്കും അറിവിനും ശുദ്ധിക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള വിവരണങ്ങളാണ്. ദൃഷ്ടിം ജ്ഞാനമയീം കൃത്വാ, നമ്മുടെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ദർശനം. എന്താ ഈ ദർശനം? കണ്ണുകൊണ്ട് കാണുന്നതാണോ? അല്ല, വീക്ഷണം, ഇൻസൈറ്റ്, പോയിന്റ് ഓഫ് വ്യൂ, പെർസെപ്ഷൻ, ഓബ്സർവേഷൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ഈ ലോകത്തിനെ കണ്ണുകൊണ്ട് കാണുന്നു എന്നുള്ളത് ഇരിക്കട്ടെ, ഈ വിശാലമായ ഈ ലോകം കാണുമ്പോൾ ഇത് മനുഷ്യനിൽ നിന്ന് ഉദ്ഭവിച്ചതാവില്ല. ഇതിന് അമാനുഷമായിരിക്കുന്ന എന്തെങ്കിലും പ്രഭാവം, ഉത്പത്തി സ്ഥാനം വേണം. ആ അമാനുഷ പ്രഭാവം, അതിൽ നിന്ന് ഉത്പത്തിയായി നിലനിൽക്കുന്ന ഒരു സാധനം അത്രയും അമാനുഷമല്ലേ ആവുള്ളൂ. മനുഷ്യനുണ്ടായ ശിശു മനുഷ്യ ശിശു, അപ്പോൾ ദൈവത്തിൽ നിന്നുണ്ടായ ലോകം ദൈവം തന്നെ. അങ്ങനെയുള്ള ദൃഷ്ടിയുണ്ടല്ലോ. ദൃഷ്ടിം ജ്ഞാനമയീം കൃത്വാ, ജ്ഞാനമയമാക്കി തീർക്കണം നമ്മുടെ ദൃഷ്ടിയെ, നമ്മുടെ വീക്ഷണത്തെ. എന്നിട്ടോ പശ്യേത് ബ്രഹ്മമയം ജഗത്, ഈ ലോകത്തിന് മുഴുവൻ ബ്രഹ്മമയമായി, ഈശ്വരമയമായി, ഹരിമയമായി, വിഷ്ണുമയമായി കാണുക. അങ്ങനെ എല്ലാറ്റിനെയും വിഷ്ണുമയമാക്കി തീർക്കുന്നതാണ് സാ ദൃഷ്ടി പരമോദാര. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ ദൃഷ്ടിയാണ്, ആ വിലമതിപ്പാണ്, ആ നിരീക്ഷണം, വീക്ഷണമാണ് പരമോദാര, അത്യുദാരമായിട്ടുള്ള ദൃഷ്ടി. അല്ലാണ്ട് മൂക്കിൻ്റെ തുമ്പത്ത് നോക്കണതല്ല. എല്ലാവരും ധ്യാനിക്കാണ്ടിരുന്നിട്ട് എന്തത്? ഇതൊരു ഫിസിക്കൽ എക്സസൈസ് അല്ലേ? ഇതാണോ ധ്യാനത്തിൻ്റെ ഉദ്ദേശം? ധ്യാനം മനസ്സിനുള്ളതോ ശരീരത്തിനുള്ളതോ? ശരീരത്തിന് ആസനാണ്, പ്രാണായാമമാണ്. മനസ്സിനുള്ളത് മനോരൂപത്തിലുള്ളതാവണം, മനോമയമാവണം. ദൃഷ്ടിം ജ്ഞാനമയീം കൃത്വാ പശ്യേത് ബ്രഹ്മമയം ജഗത് സാ ദൃഷ്ടി പരമോദാര നാസാഗ്രാവലോകിനി. 56 കൊല്ലം മുൻപ് കൽക്കത്തയിലാണ് ഞാനിത് ആദ്യമായിട്ട് വായിച്ചത്. എനിക്ക് ഈ ശ്ലോകം വായിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്, അമാവാസി ദിവസം 1000 പൂർണ്ണചന്ദ്രൻ ഉദിച്ചാലത്തെ നിലയെന്തോ അതുപോലെയാ തോന്നുക. എവിടെ പോയി കാര്യങ്ങൾ? നമ്മളിവിടെ പ്രാണായാമം, ആസനം, മുദ്ര എന്നൊക്കെ പറഞ്ഞ്
എന്തൊക്കെയോ ഹഠയോഗത്തിൽ കാട്ടിക്കൂട്ടുന്നുണ്ട്. എല്ലാവർക്കും ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല. കുറേയൊക്കെ ചെറുപ്പക്കാർ ഇതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്, അത്രയും നല്ലതും തന്നെ. പക്ഷേ വാസ്തവത്തിൽ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവൻ റിവോൾവ് ചെയ്യുന്നത്, വലയം ചെയ്യുന്നത് മനസ്സിനെയാണ്. സർവേ മനോനിഗ്രഹ ലക്ഷണാന്താഹ. മനസ്സിനെ നിഗ്രഹിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമേ ഇവിടെയുള്ള എല്ലാ ചിട്ടകൾക്കും രീതികൾക്കും ക്രമങ്ങൾക്കും വ്യവസ്ഥകൾക്കും മുറകൾക്കും അനുഷ്ഠാനങ്ങൾക്കുമുള്ളൂ. മനസ്സാണ് ഫോക്കസ്. നാസാഗ്രാവലോകിനി. പ്രാണായാമത്തിനെ പറ്റി അദ്ദേഹം പറയാം. നിഷേധനം പ്രപഞ്ചസ്യ രേചകാഖ്യ സമീരിണഃ ബ്രഹ്മൈവാസ്മീതി യാ വൃത്തിഃ പൂരകോ വായുരീരിതഃ. നമ്മൾ പ്രാണായാമം എടുത്തു. എന്താ ഈ പ്രാണായാമത്തിൽ? രേചകം പൂരകം എന്ന് 2 ഘടകങ്ങളാണ്. പൂരകം എന്ന് പറഞ്ഞാൽ ധാരാളം കാറ്റെടുത്ത് അങ്ങോട്ട് നിറയ്ക്കുക. സാധാരണ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ലങ്സിൻ്റെ 3/4 ഭാഗവും കൂടി നിറയാറില്ല. ആ മുകളിലത്തെ അവിടെയാണ് കൂടുതൽ ഇൻഫെക്ഷനും വരിക. ആ മോൾ ഭാഗം നിറയാതെ ഇരിക്കുക. കുറച്ച് മൂക്കിൻ്റെ തുമ്പത്ത് കൂടി ഇങ്ങോട്ട് എടുക്കും. ശരിക്കും അങ്ങോട്ട് നിറഞ്ഞ എടുക്കലില്ല. ഞാനിപ്പോൾ ഇത് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? വയറൊക്കെയാണത് കൂടുതലും തെളിയിപ്പിക്കുന്നത്. അങ്ങനെ എടുത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ വയറിങ്ങി ഈ നെഞ്ഞൊക്കെ അങ്ങോട്ട് വികസിച്ച് മോൾ ഭാഗത്തേക്ക് ചുമലിലേക്കൊക്കെ കാറ്റ് പോകണം. അതാണ് പ്രാണായാമത്തിൻ്റെ ഉദ്ദേശം. നല്ലോണം ശ്വസിക്കുകയാണെങ്കിൽ ഈ ഒരു ശബ്ദത്തോടു കൂടി വരും. ആ ശ്വാസം ഈ ഇവിടെയല്ല, ഈ മൂക്കങ്ങനെ പിടിച്ചാൽ ഈ മോൾ ഭാഗത്തൊരു തടസ്സമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി വേണം ശ്വാസം ഉള്ളിലേക്ക് പോകാൻ. അപ്പോൾ ആ ശബ്ദവും നിയന്ത്രണവും നമുക്ക് സാധിക്കും. അപ്പോൾ അതിൽ പൂരകം എന്ന് പറയുന്നത് അകത്തേക്ക് എടുക്കുന്നത്, രേചകം എന്ന് പറയുന്നതോ പുറത്തേക്ക് വിടുന്നത്. പുറത്തേക്ക് വിട്ടിട്ട് അകത്തേക്ക് എടുക്കാതെ കുറച്ച് നേരം ഏതാനും നിമിഷങ്ങൾ സെക്കൻഡുകൾ ഇരുന്നാൽ അതിന് ബാഹ്യകുംഭകം എന്നാണ് പറയുക. എന്താണ് ഈ ബാഹ്യകുംഭകം? ശരീരത്തിലുള്ളതൊക്കെ അങ്ങോട്ട് കളയണം. നിങ്ങൾ വിചാരിക്കണ മാതിരിയല്ല, ശരീരത്തിനുള്ളിൽ കാറ്റധികമുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, പരിശ്രമിക്കുക തന്നെ ഏതായാലും. ഇപ്പോൾ ഞാൻ സാധാരണ ശ്വസിച്ചിരിക്കുന്ന സമയമാണ് പുറത്ത് വിട്ടു കഴിഞ്ഞു. ഇനി എത്ര കാറ്റ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നുള്ളത് നോക്കിക്കോളൂ. ഇത്രയും കാറ്റകത്തുനിന്ന് പുറത്തു പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ശരീരം കാലിയാവുന്ന ഒരു സമയം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ ശ്വാസം മുഴുവനും പുറത്തേക്ക് അങ്ങോട്ട് വിട്ടിട്ട് അകത്തേക്ക് എടുക്കാതെ ഇരിക്കുക. മൂക്ക് തൊടരുത്. എടുക്കാതെ ഇരുന്നാൽ എപ്പോൾ വേണോ അകത്തേക്ക് പൊക്കോളൂല്ലോ. ഒരു 10 എണ്ണുന്നവരെയെങ്കിലും നിങ്ങൾക്കത് സാധിച്ചു എന്നുണ്ടെങ്കിലുണ്ടല്ലോ വലിയ ഫല. എന്ത് ഫല? മനസ്സിനുള്ള നിയന്ത്രണം, മനസ്സിനുള്ള ശുദ്ധി. ഇത് ബാഹ്യകുംഭകം. ആന്തരകുംഭകം എന്ന് പറയുന്നതോ ശ്വാസം എടുത്തിട്ട് പുറത്ത് വിടാതെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു തലയെല്ലാം ഒരു ഗിഡിനെസ് വരുന്ന മാതിരി തോന്നും. ശരീരം മുഴുവൻ അങ്ങോട്ട് നിറയുമ്പോൾ സ്വല്പമെങ്കിലും പേടിക്കരുത്. ശ്വാസം ഉള്ളിൽ പോയിട്ട് ഒരു ഉപദ്രവവും നമുക്കുണ്ടാവില്ല. പോകാത്തത് കൊണ്ടാണ് വിഷമം. പുറത്തു പോയ ശ്വാസം അകത്തേക്ക് വരണത് സിസ്റ്റം തന്നെ ശ്വസിക്കുന്നതാണ്. നിങ്ങളിതിൽ ഇടപെടാത്തൊരു എക്സസൈസാണ്. അപ്പം മൂക്ക് തൊടരുത്. സാധാരണ പ്രാണായാമം അതാണ്. അതിൽ ശങ്കരാചാര്യർ പറയുന്നത് കേൾക്കൂ. ഈ രാജയോഗത്തിലുള്ള പ്രാണായാമം എന്താണ്? നിഷേധനം പ്രപഞ്ചസ്യ രേചകാഖ്യ സമീരണ. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, ഇത് തനതായോ ദ്രവ്യമയമായോ നിലനിൽക്കുന്നതല്ല. ഇവിടെ എല്ലാം കൂടി ചേതനാത്മകമായ ഒരു പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ പരബ്രഹ്മത്തിൽ മാത്രമാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്ഥൂല സൃഷ്ടിക്ക് അവകാശമില്ല. നിങ്ങളുടെ മനസ്സിൽ പല ചിന്തകളും ബാഹ്യവസ്തുക്കളുടെ പല പ്രതിഫലനങ്ങളുമുണ്ട്.
ഇപ്പം ഞാനൊരു പർവ്വതത്തെ കാണുമ്പോൾ ആ പർവ്വതം എൻ്റെ മനസ്സിൽ പ്രതിബിംബിക്കുന്നു. ആ പ്രതിബിംബമായി തോന്നുന്ന പർവ്വതത്തിൽ സ്ഥൂലത്വമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ പർവ്വതം എന്ന് പറഞ്ഞാൽ വലിയ ഭാരവും നീളവും വീതിയും വണ്ണവും ഉയരവും ഉള്ളതല്ലേ? അതിനെ കണ്ടു ഉണരുന്നത് നമ്മുടെ മനസ്സാണല്ലോ. ആ മനസ്സിൻ്റെ ഉള്ളിൽ അത്രയും കനവും ഭാരവും വണ്ണവും പൊണ്ണവും ഉയരവും ഉള്ള ഒരു പർവ്വതം ശരിക്ക് രൂപീകരിക്കപ്പെട്ടാൽ ഞാൻ ജീവിച്ചിരിക്കുമോ? പിന്നെ നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ? അപ്പം മനസ്സ് ഈ കാണിച്ചു തരുന്നതും അനുഭവിപ്പിച്ചു തരുന്നതുമായ പർവ്വതം സ്ഥൂലമല്ല. പിന്നെ എങ്ങനെയാ ഈ പർവ്വതത്തെ നിങ്ങൾ സ്ഥൂലം എന്ന് പറയുന്നത്? തൊട്ട് നോക്കിയിട്ടും കണ്ടിട്ടും. അപ്പൊ ഈ സ്ഥൂല സൃഷ്ടിക്ക് സാധ്യതയില്ലാന്ന്. അതിസൂക്ഷ്മമായ പരബ്രഹ്മത്തിലാണത് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന് സ്ഥൂലത്വം സംഭാവ്യമല്ല എന്ന് തീരുമാനിച്ച് ഈ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്വത്തെ നിഷേധിക്കുന്നതാണ് രേചകാഖ്യ സമീരണ. ആ നിഷേധമുണ്ടല്ലോ, സാധ്യല്ല. ബ്രഹ്മൈവാസ്മീതി യാ വൃത്തി പൂരകോ വായുരീരിത. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കാണുന്ന പ്രതിഫലനങ്ങളൊന്നും സ്ഥൂല രൂപത്തിലുള്ളതല്ല എന്ന് പറഞ്ഞ് ആ സ്ഥൂലത്വം നിഷേധിക്കുന്നതാണ് രേചകം. പൂരകമോ, ഈ കാണുന്നത് മുഴുവൻ ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മം തന്നെ. ബ്രഹ്മൈവാസ്മി, ബ്രഹ്മം മാത്രമാണ് ഞാൻ. ഞാൻ എന്ന് പറയുന്നത് അത് വേറെ ഒന്നുമില്ല. ഞാനിങ്ങനെ ഒരു ശരീരവാൻ എന്നൊക്കെ പറയുന്നതല്ല ശരീരവാൻ എന്ന് പറയുന്നതല്ല ശരി. വാസ്തവത്തിൽ ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ആ വൃത്തി പരിശീലനം, ആ ചിന്ത, അത് ധാരാളം മനസ്സിലിങ്ങനെ നിർത്തുമ്പോൾ മനസ്സങ്ങോട്ട് നിറഞ്ഞു. ബ്രഹ്മൈവാസ്മി 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 ബ്രഹ്മൈവാസ്മി. ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ഈശ്വരനാണ്, ഈശ്വരീയതയാണ് എന്നിലുള്ളത് മുഴുവനും. അവിടെ ഒരു മനുഷ്യത്വത്തിന് സാധ്യതയില്ല. ഈശ്വരീയതയുള്ളപ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം ഏകമേവാദ്വിതീയം ബ്രഹ്മ, ഈശ്വരൻ അദ്വിതീയനാണ്. അദ്വിതീയനാണെങ്കിൽ രണ്ടാമതൊന്നുമില്ല. പ്രപഞ്ചത്തിലൊക്കെ രണ്ടും മൂന്നും അനേകവുമാണ്. അപ്പം അനേകത്വത്തിന് സ്ഥാനമില്ല, ഏകത്വം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഏകത്വത്തിൽ മനസ്സിനെ പൂർണ്ണമായി നിർത്തി അതിന് മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് പൂരകം. എവിടെ പോയി കാര്യങ്ങൾ? അപ്പം ഈ രാജയോഗത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയുള്ള ആസനമോ പ്രാണായാമങ്ങളോ ഒന്നുമില്ല. ഇവിടെ പറയുന്ന പ്രാണായാമം പ്രത്യാഹാരങ്ങളൊക്കെ വേറെയാണെന്ന്. ഇനി ഭാഗവതത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ അവസാനം പറയുന്നത്? ഈ യോഗം എന്ന് പറയുന്നത് അഭ്യസിക്കണം. സത്വം രജസ് തമസ് എന്ന് പറയുന്ന ഗുണങ്ങളെ നാം വേണ്ടതുപോലെ വിനിയോഗിച്ച് സത്വഗുണം വർദ്ധിപ്പിച്ച് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു നിർത്തുകയാണല്ലോ ഇപ്പോൾ ചെയ്തത്. ഇത്രയും പറഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ പറയാണ്, ഏതാവാൻ യോഗാദിഷ്ടോ മച്ഛിഷ്യൈഹി സനകാദിഭിഹി. ജിതശ്വാസനും ജിതാസനനുമായിട്ട് ഇതിന് പുറപ്പെടണം. കുറച്ചൊരു യോഗം കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് യോഗത്തിനെ പറ്റി വിവരിച്ച് പറഞ്ഞു തരികയായിരുന്നു ഞാൻ. രാജയോഗം എന്നുള്ള യോഗമാണ് ശരിയായിട്ടുള്ള യോഗം. ആ രാജയോഗത്തിൽ ആസനം, പ്രാണായാമം, പ്രത്യാഹാരം ഇതൊക്കെ നാം സാധാരണ പതഞ്ജലി യോഗത്തിൽ കാണുന്നത് പോലെയുള്ളതല്ല. അതിന് 15 അംഗങ്ങളുള്ളതാണെന്ന് അപരോക്ഷാനുഭൂതിയിൽ ശങ്കരാചാര്യർ വിവരിക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു സ്വഭാവവും സ്വരൂപവും നിങ്ങളോട് പറഞ്ഞതാണ്. ഇനി നമുക്കതിന് പോവാം. കൃഷ്ണൻ പറഞ്ഞതിലേക്ക് തന്നെ. ഏതാവാൻ യോഗാദിഷ്ടോ മച്ഛിഷ്യൈഹി സനകാദിഭിഹി സർവതോ മനാകൃഷ്യ മയ്യദ്ധാവേശ്യതേ യഥാ. ഏതാവാൻ യോഗാദിഷ്ടോ, ഈ ജിതശ്വാസൻ ജിതാസനൻ എന്നൊക്കെ പറഞ്ഞല്ലോ, ആ യോഗം ഞാൻ പറഞ്ഞു കൊടുത്തു. ആർക്ക്? മച്ഛിഷ്യൈഹി സനകാദിഭിഹി, എൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന സനകാദികളോട് ഈ യോഗം ഞാൻ ഉപദേശിച്ചു കൊടുക്കുകയുണ്ടായി, പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായി. സർവതോ മനാകൃഷ്യ മയ്യദ്ധ ആവേശ്യതേ യഥാ. യോഗം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? യോജിപ്പിക്കുന്നത്, അലിയിച്ച് ചേർക്കുന്നതാണ് യോഗം. ഈ അലിയിക്കലോ യോജിപ്പിക്കലോ ഒന്നായി തീരലോ ഭൗതിക തലത്തിൽ എങ്ങാനും പറ്റുമോ? പറ്റില്ലല്ലോ. നമ്മൾക്ക് 2 കൈയുണ്ട്. ഒരു കൈ അലിഞ്ഞ് രണ്ടാമത്തെ കയ്യിൽ ചേരുമോ? ചേരില്ല. ഏതെങ്കിലും ഒരു അംഗം പിന്നെ ഒരു അംഗത്തോട് കൂടുമോ? ചേരില്ല. പാറ വെള്ളത്തോട് കൂടി ലയിച്ചു ചേരുമോ? ചേരില്ലല്ലോ. അപ്പം ഈ ലയിച്ചു ചേരുക എന്നുള്ളത് എവിടെയാ സാധിക്കുക? ഉൾത്തലത്തിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം യോഗം എന്നുള്ള വാക്ക് വാസ്തവത്തിൽ ദേഹതലത്തിലോ ദ്രവ്യതലത്തിലോ യോഗത്തിന് ഒരു പ്രസക്തിയില്ല. സത്യം പറയുകയാണെങ്കിൽ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ? ഞാൻ യോഗ ചെയ്യണു. എന്ത് യോഗ ചെയ്യണു? കുറച്ച് ആസനം, കുറച്ച് തലകുത്തി നിൽക്കലോ, ശരീരത്തിനെ വിളക്കലോ ഒക്കെ ചെയ്യും.
അത് നിഷേധിക്കുന്നില്ല. പക്വകഷായന്മാരല്ലാത്തവർ അപക്വകഷായന്മാർക്ക് കുറച്ച് ഹഠയോഗം കൂട്ടിച്ചേർക്കാമെന്ന് ശങ്കരാചാര്യർ പറഞ്ഞുവല്ലോ, വിരോധമൊന്നുമില്ല. പക്ഷെ ഇവിടെ പറയുന്നു എന്താണ് ആ യോഗം? ഒക്കെ മനസ്സിലാണ് ഈ യോഗം പരിശീലിക്കേണ്ടത്.